السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، والصلاة والسلام على أشرف الأنبياء والمرسلين نبينا محمد عليه وعلى آله أفضل الصلوات وأتم التسليم. أما بعد، رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. سبحانك لا علم لنا إلا ما علمتنا إنك أنت العليم الحكيم. ഏറെ ബഹുമാനമുള്ള സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ മജ്ലിസിനെ സാലിഹായ ഒരു അമലായി നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. സത്യസന്ധമായ നിയത്തോടെ ഈ മജ്ലിസിൽ പങ്കെടുക്കാനും അല്ലാഹുവിനെ കണ്ടുമുട്ടുന്ന ദിവസത്തിൽ നമുക്ക് ഏവർക്കും സന്തോഷം നൽകുന്ന മജ്ലിസായും അല്ലാഹു ഈ മജ്ലിസിനെ നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. ഇന്ന് നാം ഇവിടെ ഒരുമിച്ച് കൂടിയതിന്റെ ഉദ്ദേശം, സൗദി അറേബ്യയിൽ സമീപകാലം ജീവിച്ച അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ മഹാപണ്ഡിതനായിരുന്ന ഷെയ്ഖ് അബ്ദുസ്സലാം ബർജസ് റഹിമഹുല്ലാ എഴുതിയിരിക്കുന്ന ഉസൂലുദ് ദഅവത്തി സലഫിയ്യ എന്ന കിതാബ്, അതിനെക്കുറിച്ച് പഠിക്കുക എന്ന ലക്ഷ്യത്തിലാണ്. അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ യഥാർത്ഥ മുസ്ലിമീങ്ങളുടെ ആശയം എന്താണെന്ന് അദ്ദേഹം വിശദീകരിക്കുന്ന വളരെ ലളിതമായ ഒരു ഗ്രന്ഥം. അതിൽ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ, അതിനെക്കുറിച്ച് മനസ്സിലാക്കുക എന്നതാണ് ഇൻഷാ അല്ലാഹ് ഇന്നത്തെ ദർസിന്റെ നമ്മുടെ ഉദ്ദേശം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കത് മനസ്സിലാക്കാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ. അദ്ദേഹം അബ്ദുസ്സലാം ബർജസ് റഹിമഹുല്ലാ, അദ്ദേഹം റിയാദിലാണ് ജനിച്ചത്. നാം ഇവിടെ റിയാദിലാണ് ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. അദ്ദേഹം ജനിച്ചതും റിയാദിലാണ്. അബ്ദുസ്സലാം റഹിമഹുല്ലാ ജനിച്ചത് റിയാദിലാണ്. ഏകദേശം 25 വർഷങ്ങൾക്ക് അല്ലെങ്കിൽ 20 വർഷങ്ങൾക്ക് മുമ്പാണ് അദ്ദേഹം മരണപ്പെടുന്നത്. ചെറിയ പ്രായത്തിൽ 38ാമത്തെ വയസ്സിലാണ് ഷെയ്ഖ് അബ്ദുസ്സലാം ബർജസ് റഹിമഹുല്ലാ മരണപ്പെടുന്നത്. അൽ അഹ്സായിൽ നിന്ന് അദ്ദേഹം റിയാദിലേക്ക് യാത്ര ചെയ്തു വരുന്ന വഴിയിൽ ഒരൊട്ടകം കുറുകെ ചാടുകയും അതിനെ തുടർന്ന് വാഹനാപകടത്തെ തുടർന്നാണ് ഷെയ്ഖ് അബ്ദുസ്സലാം റഹിമഹുല്ലാ മരണപ്പെടുന്നത്. അദ്ദേഹം അഹ്ലുസുന്നയുടെ ആ കാലഘട്ടത്തിൽ തന്നെ ഇൽമിയായി ധാരാളം സേവനങ്ങൾ ചെയ്ത വലിയ പണ്ഡിതനാണ്. അന്ന് ജീവിച്ചിരുന്ന വലിയ പണ്ഡിതന്മാരുടെ വിദ്യാർത്ഥിയാണ് അദ്ദേഹം. ഷെയ്ഖ് ഇബ്നു ബാസിനെ പോലെ, ഷെയ്ഖ് ഇബ്നു ഉസൈമീനെ പോലെ, ഷെയ്ഖ് അബ്ദുല്ലാ ദുവൈഷ്, അബ്ദുല്ലാ ഉദയ്യാൻ, അഹ്മദ് അൻ നജ്മി റഹിമഹുമുല്ലാ തുടങ്ങിയ അനേകം പണ്ഡിതന്മാരുടെ വിദ്യാർത്ഥിയാണ് ഷെയ്ഖ് അബ്ദുസ്സലാം ബർജസ് റഹിമഹുല്ലാ. അദ്ദേഹം എഴുതിയിരിക്കുന്ന കിതാബാണ് ഇൻഷാ അല്ലാഹ് ഇന്നത്തെ ദർസിൽ, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ സംസാരമാണ് ഇന്നത്തെ ദർസിൽ നാം വിശദീകരിക്കാൻ ഉദ്ദേശിക്കുന്നത്. അത് പറയുന്നതിന് മുമ്പ് ഒന്നാമതായി നാം മനസ്സിലാക്കേണ്ട കാര്യം, ഇത് അദ്ദേഹം എഴുതിയ ഒരു ഗ്രന്ഥമല്ല, മറിച്ച് അദ്ദേഹത്തിന്റെ സംസാരം പിന്നീട് കിതാബായി പുറത്തിറക്കിയതാണ്. എന്ത് കാരണത്താലാണ് ഈ ഒരു സംസാരം അദ്ദേഹം നടത്തിയത്? ഈ സംസാരം നടത്താനുള്ള അദ്ദേഹത്തിന്റെ സബബ് എന്തായിരുന്നു? പ്രചോദനം എന്തായിരുന്നു? അദ്ദേഹം തന്നെ അത് വിശദീകരിച്ചതുപോലെ അദ്ദേഹം പറയുകയാണ്, ഇന്ന് ധാരാളം ആളുകൾ, ധാരാളം വിഭാഗങ്ങൾ, ധാരാളം സംഘങ്ങൾ, അവരൊക്കെ പറയുന്നു അവർ ഹക്കിന്റെ ആളുകളാണ്. അവരൊക്കെ പറയുന്നു അവരാണ് യഥാർത്ഥ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ മനഹജിലുള്ള ആളുകൾ. അവരെല്ലാവരും വാദിക്കുന്നു അവരാണ് സത്യം മുറുകെ പിടിക്കുന്നവർ, ഖുർആനിന്റെയും സുന്നത്തിന്റെയും വക്താക്കൾ. എന്നാൽ മനഹജുസ് സലഫുമായി, മുൻഗാമികളുടെ മാർഗവുമായി, സഹാബത്തിന്റെ മാർഗവുമായി അവർക്ക് യാതൊരു ബന്ധവുമില്ല. സഹാബത്തിന്റെ മാർഗവുമായി യാതൊരു ബന്ധവുമില്ലാതെ തങ്ങളാണ് ഹക്കിന്റെ ആളുകൾ, ഞങ്ങളാണ് മനഹജുസ് സലഫിന്റെ ആളുകൾ എന്ന് ചില ആളുകൾ ഇന്ന് വന്ന് കളവായി വാദിക്കാൻ വേണ്ടി തുടങ്ങിയതാണ് അദ്ദേഹം ഈ സംസാരം നടത്താൻ ഒരു കാരണമെന്ന് അദ്ദേഹത്തിന്റെ സംസാരത്തിന്റെ തുടക്കത്തിൽ അദ്ദേഹം പറയുന്നതായി കാണാം. ഇതാണ് ഒരു കാരണം. രണ്ടാമത്തെ കാരണം, അദ്ദേഹം പറയുന്നു, ഇന്ന് ചില വിഭാഗങ്ങൾ, അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ മനഹജിൽ നിന്ന് എതിരായി നിൽക്കുന്ന ചില വിഭാഗങ്ങൾ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ പണ്ഡിതന്മാരുടെ സംസാരങ്ങൾ ദുരുപയോഗം ചെയ്യുകയും അവരുടെ സംസാരങ്ങൾ അത് ഉൾക്കൊള്ളാത്ത അർത്ഥത്തിൽ വഹിക്കുകയും അവരുടെ സംസാരങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്യുന്നു എന്ന കാരണത്താലുമാണ് അദ്ദേഹം ഈ കിതാബ് എഴുതിയത് എന്ന്, അല്ലെങ്കിൽ ഈ സംസാരം നടത്തിയത് എന്ന് അദ്ദേഹം ഇതിന്റെ തുടക്കത്തിൽ പറയുന്നതായി കാണാം. ഞാൻ പറഞ്ഞതിന്റെ ഉദ്ദേശം, ഈ ഒരു കിതാബ്, നമ്മൾ ഇന്ന് പഠിക്കുന്ന കിതാബ്, അദ്ദേഹം
തുടക്കത്തിൽ തന്നെ എഴുതിയതല്ല, മറിച്ച് അദ്ദേഹം നടത്തിയിരിക്കുന്ന ഒരു സംസാരം അത് ക്രോഡീകരിച്ച് പിന്നീട് ഒരു കിതാബായി വന്നതാണ്. ഈ കിതാബിൽ അദ്ദേഹം സംസാരിക്കുന്നത്, ശരിക്ക് ശ്രദ്ധിക്കുക, അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ അടിസ്ഥാനങ്ങളെയാണ്. ഈ കിതാബിന്റെ പേര് ഉസൂലുദ് ദഅവത്തി സലഫിയ്യ എന്നാണ്. അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ അടിസ്ഥാനങ്ങളാണ് ഈ കിതാബിൽ അദ്ദേഹം വിശദീകരിക്കുന്നത്. എന്നിട്ട് അദ്ദേഹം ഈ വിഷയങ്ങൾ പറയുന്നതിന് മുമ്പ് തുടക്കത്തിൽ തന്നെ പറയുന്നു, ഈ കിതാബിൽ പരാമർശിക്കുന്ന വിഷയങ്ങളൊക്കെ പണ്ഡിതന്മാർക്കിടയിൽ ഏക അഭിപ്രായമുള്ള വിഷയങ്ങളാണ്. ആർക്കും തർക്കമില്ലാത്ത, എല്ലാവരാലും അംഗീകരിക്കപ്പെടുന്ന 10 കാര്യങ്ങളാണ് ഈ കിതാബിൽ അദ്ദേഹം പരാമർശിക്കുന്നത്. എല്ലാവരും അംഗീകരിക്കുന്ന 10 കാര്യങ്ങൾ. ഈ 10 കാര്യങ്ങൾ എന്തിനാണ് നമ്മൾ പഠിക്കുന്നത്? ഈ 10 കാര്യങ്ങൾ നമ്മൾ പഠിക്കുന്നതിന്റെ ഉദ്ദേശം എന്താണ്? ഷെയ്ഖ് അബ്ദുസ്സലാം ബർജസ് റഹിമഹുല്ലാഹ് തന്നെ പറഞ്ഞതുപോലെ, ഇത് വെച്ചുകൊണ്ട് നമുക്ക് ആളുകളെ വിലയിരുത്താൻ സാധിക്കും. ഓരോ സംഘങ്ങളെ നമുക്ക് വിലയിരുത്താൻ സാധിക്കും. അവർ അഹ്ലുസുന്നയിൽപ്പെട്ടവരാണോ അതല്ല അഹ്ലുസുന്നയിൽപ്പെട്ടവരല്ലേ? കാരണം ഇന്ന് നിങ്ങൾ നോക്കിയാൽ നമ്മുടെ ചുറ്റുപാടും ധാരാളം ആളുകളുണ്ട്, പല വിഭാഗങ്ങളുണ്ട്, പല സംഘടനകളുണ്ട്, സംഘങ്ങളുണ്ട്. എല്ലാവരും പറയുന്നു ഞങ്ങൾ ഹക്കിന്റെ ആളുകളാണ്, ഞങ്ങളാണ് ഖുർആനിന്റെയും സുന്നത്തിന്റെയും വക്താക്കൾ. പലരും ചോദിക്കാറുണ്ട്, നമുക്ക് എങ്ങനെയാണ് സത്യത്തിന്റെ ആളുകളെ മനസ്സിലാക്കാൻ സാധിക്കുക? എല്ലാവരും അവർ സത്യത്തിന്റെ ആളുകളാണെന്ന് പറയുമ്പോൾ, എല്ലാവരും ഞങ്ങൾ ഖുർആനിന്റെയും സുന്നത്തിന്റെയും ആളുകളാണെന്ന് പറയുമ്പോൾ ഞങ്ങൾക്ക് എങ്ങനെ സത്യം മനസ്സിലാക്കാൻ സാധിക്കും? സത്യത്തിന്റെ ആളുകളുടെ കൂടെ നിൽക്കുക എന്നുള്ളത് നമ്മുടെ ബാധ്യതയാണ്. നമുക്ക് എങ്ങനെയാണ് അവരെ മനസ്സിലാക്കാൻ സാധിക്കുക? അതിനുള്ള ഉത്തരമാണ് ഈ കിതാബ്. ഷെയ്ഖ് അബ്ദുസ്സലാം പറയുന്നു, ഈ കിതാബിൽ പറയുന്ന അഹ്ലുസുന്നക്കടയിൽ അഭിപ്രായ വ്യത്യാസമില്ലാത്ത ഈ 10 കാര്യങ്ങൾ, ഇത് നിങ്ങൾ നോക്കുക. ഈ കാര്യങ്ങൾ ഒരു വിഭാഗം ശ്രദ്ധിക്കുന്നുവെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക അവർ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ മൻഹജിലാണ്. ഈ വിഷയത്തിൽ ഏതെങ്കിലും ഒരു വിഭാഗം, ഏതെങ്കിലും ഒരു സംഘടന അവർ അഹ്ലുസുന്നയാണെന്ന് പറയുന്നു, പക്ഷെ ഇനി പരാമർശിക്കാൻ വേണ്ടി പോകുന്ന ഈ 10 കാര്യങ്ങളിൽ ഏതെങ്കിലും ഒന്ന് അവർക്കില്ല എങ്കിൽ, അതിൽ അവർ കുറവ് വരുത്തിയെങ്കിൽ അവരെ സംബന്ധിച്ചിടത്തോളം അവർ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ മൻഹജല്ല. മനസ്സിലായോ? അതാണ് ഈ കിതാബ് എഴുതാനുള്ള അദ്ദേഹത്തിന്റെ, അല്ലെങ്കിൽ ഈ സംസാരം നടത്താനുള്ള കാരണം. അതിൽ ഒന്നാമത്തെ അടിസ്ഥാനം, അദ്ദേഹം ഈ കിതാബിൽ പറയുന്ന 10 അടിസ്ഥാനങ്ങളിൽ ഒന്നാമത്തേത് അൽ-ഇഹ്തിമാമു ബിൽ ഇൽമി ശർഇ വത്തഫഖുഹു ഫിദ്ദീൻ. അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ അടിസ്ഥാനങ്ങളിൽപ്പെട്ട ഒന്നാമത്തെ കാര്യമാണ് ഇൽമിന് പ്രാധാന്യം നൽകുക എന്നുള്ളത്. അറിവിന് പ്രാധാന്യം നൽകണം, അറിവിന് പ്രാധാന്യം നൽകണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടുത്തെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് നൽകിയിരിക്കുന്ന നിർദ്ദേശം സൂറത്ത് മുഹമ്മദിൽ കാണാം. അല്ലാഹു പറഞ്ഞു, ഫഅലം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഫഅലം, പ്രവാചകരെ സല്ലല്ലാഹു അലൈഹി വസല്ലം, താങ്കൾ അറിയണം, താങ്കൾ മനസ്സിലാക്കണം, താങ്കൾ ഇൽമുള്ളവരാകണം. ഏത് വിഷയത്തിൽ? അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ മാത്രമേ ആരാധിക്കാവൂ എന്ന വിഷയത്തിൽ പ്രവാചകരെ താങ്കൾക്ക് അറിവുണ്ടാകണം, താങ്കൾ അറിഞ്ഞിരിക്കണം. ഇതാരോടുള്ള നിർദ്ദേശമാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോ. ഇത് വിശദീകരിച്ചുകൊണ്ട് ഇമാം അബു അബ്ദുല്ലാഹ് അൽ ബുഖാരി റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ സഹീഹിൽ ഒരു അധ്യായം കൊണ്ടുവന്നതായി കാണാം. ബാബുൻ അൽ അമലു ഖബ്ല അൽ ഇൽമു ഖബ്ല അൽ ഖൗലി വൽ അമൽ. അൽ ഇൽമു ഖബ്ല അൽ ഖൗലി വൽ അമൽ. നമ്മൾ ഒരു കാര്യം പറയുന്നതിന് മുമ്പ്, ഒരു കാര്യം പ്രവർത്തിക്കുന്നതിന് മുമ്പ് അതിനെക്കുറിച്ച് അറിവുണ്ടായിരിക്കണം. വദ്ദലീൽ, അതിന്റെ തെളിവ് എന്താണ്? അല്ലാഹു പറയുന്നു, ഫഅലം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്. അപ്പോൾ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അല്ലാഹു നൽകിയിരിക്കുന്ന നിർദ്ദേശം, പ്രവാചകരെ താങ്കൾ അറിയണം, താങ്കൾ പഠിക്കണം, താങ്കൾ മനസ്സിലാക്കണം. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹു പറയുന്നുവെങ്കിൽ നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഉത്തരവാദിത്തമാണ്. ഇമാം ബുഖാരി അതിൽ നിന്ന് മനസ്സിലാക്കിയതുപോലെ ഏതൊരു കാര്യം ചെയ്യുന്നതിന് മുമ്പും, ഏതൊരു വാക്ക് നമ്മൾ പറയുന്നതിന് മുമ്പും അതിനെക്കുറിച്ച് നമ്മൾ അറിയണം. നമ്മൾ പറയുന്നത് ശരിയാണോ? നമ്മൾ പറയുന്നത് സത്യമാണോ? ദീനിൽ ഒരു മസ്അല നമ്മൾ സംസാരിക്കുമ്പോൾ ഞാൻ പറയുന്നത് ശരിയാണോ? എന്റെ റബ്ബ് ഇങ്ങനെയാണോ ഈ ദീനിൽ പഠിപ്പിച്ചിരിക്കുന്നത്? ഒരാളോട് ഒരു വിഷയത്തിൽ ഒരു സംസാരം നടത്തുമ്പോൾ ഈ സംസാരം എനിക്ക് അനുവദിക്കപ്പെട്ട സംസാരമാണോ? എന്റെ പ്രവർത്തനം എനിക്ക് അനുവദിക്കപ്പെട്ടതാണോ? ഈ രൂപത്തിൽ ഏത് കാര്യത്തിലും പ്രവർത്തിക്കുന്നതിന് മുമ്പ് നമുക്ക് അറിവുണ്ടാകണം. അതാണ് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ഒന്നാമത്തെ അടിസ്ഥാനം എന്നുള്ളത്. ഇതെങ്ങനെയാണ് സംഘടനകളിലേക്ക് നാം മനസ്സിലാക്കേണ്ടത്? ഏതൊരു വിഭാഗം അറിവിന് പ്രാധാന്യം നൽകുന്നില്ല എങ്കിൽ മനസ്സിലാക്കുക അവർ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ മനഹജിൽപ്പെട്ടതല്ല. ഒരു വിഭാഗം പറയുന്നു ഞങ്ങൾ ഖുർആനിന്റെയും സുന്നത്തിന്റെയും വക്താക്കളാണ്, പക്ഷേ അറിവിന് അവർ പ്രാധാന്യം നൽകുന്നില്ല, ഇൽമു പഠിക്കുന്നതിൽ അവർക്ക് പ്രാധാന്യമില്ല. അങ്ങനെയാണെങ്കിൽ അവർ പിഴച്ച മാർഗത്തിലാണ് ചലിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം
അള്ളാഹുവിന്റെ റസൂലിന് നൽകപ്പെട്ട നിർദ്ദേശമാണ്. ഫഅലം, പ്രവാചകരെ സല്ലല്ലാഹു അലൈഹി വസല്ലം, താങ്കൾ അറിഞ്ഞിരിക്കണം, താങ്കൾ പഠിക്കണം. എന്തുകൊണ്ടാണ് പഠിക്കണം എന്ന് പറയുന്നത്? എന്റെ സഹോദരങ്ങൾ ശരിക്കിത് ശ്രദ്ധിക്കണം. എന്തുകൊണ്ടാണ് നാം പറയുന്നത് പഠിക്കണം, അറിവ് നേടണം എന്ന് പറയാനുള്ള ഏറ്റവും വലിയ കാരണം എന്താണ്? അറിവുണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് സത്യം മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. അറിവുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് സത്യം മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. എന്റെ സഹോദരങ്ങൾ ശരിക്കും ചിന്തിക്കുക. അറിവില്ലാതെ ഇപ്പൊ നമ്മൾ ഇന്ന് ജീവിക്കുമ്പോൾ നമ്മുടെ ചുറ്റുഭാഗം ധാരാളം സംഘടനകളെ കാണുന്നു, ധാരാളം വിഭാഗങ്ങളെ കാണുന്നു, ധാരാളം ആളുകൾ. എല്ലാവരും പറയുന്നു നാം ഹക്കിന്റെ ആളുകളാണ്. എല്ലാവരും പറയുന്നു നാമാണ് ഖുർആനിന്റെയും സുന്നത്തിന്റെയും വക്താക്കൾ. ഇതിൽ നിന്ന് ഏത് വിഭാഗമാണ് ഹക്കിന്റെ ആളുകൾ എന്ന് മനസ്സിലാക്കണമെങ്കിൽ നമുക്ക് എന്ത് വേണം? അറിവ് വേണം. നിർബന്ധമായും അറിവ് വേണം. ഇനി അതല്ല നമുക്ക് ഇങ്ങനെ പറയാൻ പറ്റുമോ? എല്ലാവരും അങ്ങനെ പറഞ്ഞ് നടക്കുന്ന സ്ഥിതിക്ക് നമ്മൾ ഒന്നിനും പോകുന്നില്ല, നമ്മൾ മിണ്ടാതിരിക്കുകയാണ്. ചില ആളുകൾ അങ്ങനെയാണല്ലോ, നമ്മുടെ ദർശനമൊന്നുമില്ല, ക്ലാസ് കേൾക്കാൻ നമ്മൾ ഉദ്ദേശിക്കുന്നില്ല, പഠിക്കാൻ നമുക്ക് ആഗ്രഹമില്ല, അല്ലെങ്കിൽ പഠിക്കുന്നില്ല. എന്താ കാരണം? നിങ്ങൾ പറയുന്നു നിങ്ങളാണ് ശരി, അവര് പറയുന്നു അവരാണ് ശരി, നമുക്കിത് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല, അതുകൊണ്ട് നാം അത് ഒഴിവാക്കുന്നു എന്ന് പറയുന്ന ആളുകളുണ്ട്. അത് ശരിയല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിനോട് ഒരിക്കൽ പറഞ്ഞു, എനിക്ക് ശേഷം നിങ്ങൾ ജീവിച്ചിരിക്കുകയാണെങ്കിൽ ഫഇന്നഹു മൻ യഇശ് മിൻകും ബഅദി ഫസയറ ഇഖ്തിലാഫൻ കസീറ, നിങ്ങൾ അഭിപ്രായ വ്യത്യാസം കാണും. ഇത് അല്ലാഹുവിന്റെ റസൂൽ അഭിപ്രായ വ്യത്യാസം നടക്കുന്നതിന് മുമ്പ് പറഞ്ഞ വാക്കാണ്. അതുകൊണ്ട് ഈ ഉമ്മത്തിൽ അഭിപ്രായ വ്യത്യാസം നടക്കുക എന്നുള്ളത് നിർബന്ധമാണ്, നടന്നേ പറ്റൂ. കാരണം അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു ഈ ഉമ്മത്തിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകും. പിന്നെ ചില ആളുകൾ പറയുന്ന ന്യായീകരണം, ഉമ്മത്തിൽ ധാരാളം അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്, അല്ലെങ്കിൽ ഇങ്ങനെ തർക്കിച്ച് നടക്കുന്ന ആളുകളാണ്, അതുകൊണ്ട് നമ്മൾ ഒന്നിനുമില്ല എന്ന് പറയുന്ന ആളുകൾക്ക് ആ ഹദീസിൽ മറുപടിയുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ഈ ഉമ്മത്തിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുമെന്നല്ല പറഞ്ഞത്, ധാരാളക്കണക്കിന് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകും. സഹാബികളോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശേഷം പറഞ്ഞു ഈ ഉമ്മത്ത് അഭിപ്രായ വ്യത്യാസമുണ്ടാകും, അവർക്കിടയിൽ ഭിന്നിപ്പുണ്ടാകും, എല്ലാവരും നരകത്തിന്റെ ആളുകളായിരിക്കും, ഒരു വിഭാഗം മാത്രമേ വിജയിക്കുകയുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സഹാബികൾ ചോദിച്ചു മൻ ഹിയ യാ റസൂലല്ലാഹ്, നമ്മളിനി ഒന്നിനുമില്ല, ഇങ്ങനെ എല്ലാവരും ഹക്കിന്റെ ആളുകളാണെന്ന് പറയുന്ന സ്ഥിതിക്ക് നമ്മളായിട്ടൊന്നും പഠിക്കാൻ പോകുന്നില്ല എന്നല്ല. പ്രവാചകരെ, ആ വിജയിക്കുന്ന കക്ഷികൾ ആരാണ്? അവരെ കുറിച്ച് താങ്കൾ പറഞ്ഞു തരണം, അവരെ മനസ്സിലാക്കാനുള്ള അടയാളങ്ങൾ പറഞ്ഞു തരണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു മാ അന അലൈഹി അൽയൗമ വഅസ്ഹാബി, ഞാനും എന്റെ സഹാബികളും നിലകൊള്ളുന്ന മാർഗം, ആ മാർഗത്തിൽ ജീവിക്കുന്നവരാണ് വിജയിച്ചവർ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഇവിടെ നാം ജീവിക്കുന്ന ഈ ചുറ്റുപാടിൽ ഹക്കിന്റെ ആളുകളെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കണമെങ്കിൽ നമുക്ക് അറിവുണ്ടാകണം. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, പ്രവാചകരെ പറയുക ഹാദിഹി സബീലി അദ്ഉ ഇലല്ലാഹ് അലാ ബസീറത്തിൻ അന വമൻ ഇത്തബഅനി, പ്രവാചകരെ താങ്കൾ പ്രഖ്യാപിക്കുക ഇതാണ് ശരിയായ മാർഗം, ഞാൻ അല്ലാഹുവിലേക്ക് ജനങ്ങളെ ക്ഷണിക്കുകയാണ്. എങ്ങനെയാണ് ക്ഷണിക്കുന്നത്? അലാ ബസീറത്തിൻ, വ്യക്തമായ അറിവോടുകൂടി. വ്യക്തമായ അറിവ് പ്രിയപ്പെട്ടവരെ നാം നേടിയെടുക്കാൻ വേണ്ടി ശ്രമിക്കണം. അതുകൊണ്ടാണ് ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ലാ പറഞ്ഞതായി ഇബ്നുൽ ഖയ്യിം മദാരിജുസ് സാലിക്കീനിൽ ഉദ്ധരിക്കുന്ന ഒരു അഥർ കാണാം, അന്നാസു ഇലാ തഅല്ലുമിൽ ഇൽമി അഹ്വജു മിൻഹും ഇലാ തഅമി വശറാബ്. ഇമാം അഹ്മദിന്റെ ഈ വാക്ക് കേവലം ഒരു ഭംഗി വാക്കായിട്ട് നമ്മൾ മനസ്സിലാക്കരുത്. ഇമാം അഹ്മദ് പറയുന്ന വാക്ക്, അതിന്റെ അർത്ഥം നാം ചിന്തിക്കുക. ഇമാം അഹ്മദ് പറയുന്നു, ജനങ്ങൾക്ക് ഭക്ഷണപാനീയങ്ങൾ എത്രമാത്രം ആവശ്യമാണോ അതിനേക്കാളും അവർക്ക് അറിവ് ആവശ്യമാണ്. لأن الرجل يحتاج إلى الطعام والشراب في اليوم مرة أو مرتين. ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഭക്ഷണപാനീയങ്ങൾ ഒരു ദിവസം ആവശ്യമായി വരുന്നത് ഒരു തവണയാണ്, അല്ലെങ്കിൽ 2 തവണയാണ്. وحاجته إلى العلم بعدد أنفاس. എന്നാൽ അറിവിലേക്കുള്ള അവന്റെ ആവശ്യകത എന്ന് പറയുന്നത് അവന്റെ ശ്വാസം എത്ര തവണയാണോ അവൻ എടുക്കുന്നത് അത്രയും തവണ അവൻ ഈ അറിവ് മനസ്സിലാക്കൽ, അള്ളാഹുവിന്റെ ദീനിനെ കുറിച്ച് അറിയൽ അവന് ആവശ്യമാണ് എന്ന് ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ലാ പറയുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ഇമാം അഹ്മദിന്റെ ആ വാക്ക് ചിന്തിച്ചാൽ, ശ്വാസം വിടുന്ന എണ്ണത്തിനനുസരിച്ച് അറിവിലേക്ക് ആവശ്യക്കാരാണെന്ന് പറഞ്ഞാൽ എന്താണ് ഇതിന്റെ ഉദ്ദേശം? നമ്മൾ രാവിലെ എഴുന്നേൽക്കുന്നു, രാവിലെ എഴുന്നേൽക്കുമ്പോൾ എന്ത് പറയണം എന്ന് നമ്മൾ അറിയണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താണ് പഠിപ്പിച്ചത്? അതിനുശേഷം നാം ടോയ്ലറ്റിലേക്ക് പോകുന്നു, ടോയ്ലറ്റിൽ കയറുമ്പോൾ എന്ത് പറയണം, അവിടെ നിന്ന് പുറത്തിറങ്ങുമ്പോൾ എന്ത് പറയണം, ചായ കുടിക്കുമ്പോൾ എന്ത് പറയണം, പല്ല് തേക്കുമ്പോൾ നമ്മുടെ നിയ്യത്ത് എന്തായിരിക്കണം. ഈ രൂപത്തിൽ നമ്മുടെ ഓരോരോ ശ്വാസത്തിനനുസരിച്ച് ഇബാദത്താകാൻ, അല്ലെങ്കിൽ നമുക്ക് നന്മ നേടിയെടുക്കാനുള്ള മാർഗം
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇമാം അഹ്മദ് പറഞ്ഞത് ഭക്ഷണത്തെക്കാളും നമുക്ക് ആവശ്യമാണ് അറിവ് പഠിക്കുക എന്നുള്ളത്. ഭക്ഷണത്തെക്കാൾ ആവശ്യമാണ്. ആ അറിവ് നാം നേടിയെടുത്താൽ നമുക്ക് എത്രയോ പ്രതിഫലങ്ങൾ നേടിയെടുക്കാൻ സാധിക്കും. എത്രയോ പ്രതിഫലങ്ങൾ. രാത്രി ഉറങ്ങുന്ന രണ്ടാളുകൾ രാത്രിയിൽ ഉറങ്ങുകയാണ്. ഒരാൾക്ക് അറിവുണ്ട്, മറ്റേ ആൾക്ക് അറിവില്ല. എന്താണ് വ്യത്യാസം? രണ്ടുപേരും അവർക്ക് ലഭിക്കുന്നത് ഉറക്കാണ്. പക്ഷേ ഒരാൾ ഉറങ്ങുമ്പോൾ അയാളുടെ നിയ്യത്ത് എനിക്ക് ഉറങ്ങി ആരോഗ്യമുണ്ടാക്കണം, രാവിലെ ഫജറിന് എഴുന്നേൽക്കണം, അല്ലെങ്കിൽ തഹജ്ജുദിന് എഴുന്നേൽക്കണം, എനിക്ക് നിസ്കരിക്കണം, എനിക്ക് അതിനു വേണ്ടി ആരോഗ്യം വേണം, എനിക്ക് ഇബാദത്തുകൾ ചെയ്യാൻ ആരോഗ്യം വേണം, അതുകൊണ്ട് ഞാനിതാ ഉറങ്ങുന്നു. രണ്ടാമത്തവൻ അവൻ അത്തരത്തിലുള്ള ഉദ്ദേശമോ ലക്ഷ്യമോ ഒന്നുമില്ല. അവൻ അവിടെ പോയി ഉറങ്ങി. രണ്ടുപേർക്കും ഉറക്ക് ലഭിച്ചു. ഒരാളുടെ ഉറക്ക് പ്രതിഫലത്തിന്റെ കാരണമാണ്, മറ്റേയാളുടെ ഉറക്ക് അയാൾക്ക് സമാധാനം അല്ലെങ്കിൽ ശാരീരികമായി അയാൾക്ക് ബലം ലഭിക്കുമെന്നല്ലാതെ അയാളെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് പ്രതിഫലമില്ല. ഇതാണ് ഇമാം അഹ്മദ് പറഞ്ഞത്, ശ്വാസം വിടുന്ന അത്രയും അറിവിലേക്ക് നാം ആവശ്യക്കാരാണ്. ശ്വാസം വിടുന്ന അത്രയും അറിവിലേക്ക് നാം ആവശ്യക്കാരാണ്. ഇത് നമുക്ക് എപ്പോഴാണ് നേടിയെടുക്കാൻ സാധിക്കുക? അറിവ് പഠിച്ചാൽ മാത്രം. മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു പറഞ്ഞതുപോലെ, ഞാൻ എന്റെ ഉറക്കിൽ വരെ പ്രതിഫലം കാംക്ഷിക്കുന്നു എന്ന് മുആദ് റളിയല്ലാഹു അൻഹു പറഞ്ഞതായി നമുക്ക് കാണാം. എന്റെ ഉറക്കിൽ വരെ ഞാൻ അള്ളാഹുവിൽ നിന്ന് പ്രതിഫലം ആഗ്രഹിക്കുന്നു. കാരണം എന്താണ്? അവരുടെ നിയ്യത്ത് ഉറങ്ങി എനിക്ക് ശക്തി ഉണ്ടാകണം, എനിക്ക് രാവിലെ എഴുന്നേറ്റ് നിസ്കരിക്കണം, ഉറങ്ങാതിരുന്നാൽ എനിക്ക് ക്ഷയം ബാധിക്കും, അല്ലെങ്കിൽ എനിക്ക് പ്രയാസമുണ്ടാകും, ആരോഗ്യപരമായ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, അറിവിനുള്ള സ്ഥാനം എന്ന് പറയുന്നത് നിസാരമല്ല. നമ്മളെ ഏത് തിന്മകളിൽ നിന്നും തടുക്കാൻ ഏറ്റവും അധികം സാധിക്കുന്നത് അറിവിലാണ്. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, ഇന്നമാ യഖ്ഷല്ലാഹ മിൻ ഇബാദിഹിൽ ഉലമാ. സൂറത്ത് ഫാത്തിറിൽ അല്ലാഹു പറഞ്ഞു, അല്ലാഹുവിനെ ഭയപ്പെടേണ്ടതുപോലെ ഭയപ്പെടുന്നവർ അറിവുള്ളവർ മാത്രമാണ്. അവർക്കാണ് അതിന് സാധിക്കുകയുള്ളൂ. കാരണം അവർക്കറിയാം, ഞാനൊരു കളവ് പറഞ്ഞാൽ എന്നെ ഭാവിയിൽ അല്ലാഹുവിങ്കൽ കാത്തിരിക്കുന്ന ശിക്ഷ എത്രമാത്രം വലുതാണ്. ഞാനൊരു ഹറാമ് ചെയ്താൽ എന്നെ അള്ളാഹുവിന്റെ മുമ്പിൽ എനിക്ക് ലഭിക്കാനിരിക്കുന്ന ശിക്ഷ എത്രമാത്രം വലുതാണ്. ഞാൻ എന്റെ ജീവിതത്തിൽ അള്ളാഹു വാജിബാക്കിയിരിക്കുന്ന കാര്യങ്ങളിൽ അശ്രദ്ധ കാണിച്ചാൽ റബ്ബിന്റെ മുമ്പിലുള്ള വിചാരണ എത്രമാത്രം കഠിനമാണ്. ഞാൻ പഠിക്കാതിരുന്നാൽ ആളുകൾ വന്ന് അവരൊക്കെ ഹക്കിന്റെ ആളുകളാണെന്ന് പറയുമ്പോൾ സത്യം ഏതാണ് ബാത്തിൽ ഏതാണ് എന്നെനിക്ക് മനസ്സിലാക്കാൻ സാധിക്കാതെ വരും പഠിക്കാതിരുന്നാൽ. അതുകൊണ്ട് പഠിക്കുക എന്ന് പറയുന്നത് നിർബന്ധമായ ബാധ്യതയാണ്. ഒരു വിഭാഗം ഇപ്പൊ നമ്മളെല്ലാവരും തീരുമാനം എടുക്കുകയാണ്, നമ്മൾ പഠിക്കും, നമ്മൾ നന്നായി പഠിക്കും, കാര്യങ്ങൾ മനസ്സിലാക്കും, നമ്മുടെ ജീവിതത്തിൽ ആ ഒരു ബോധ്യമുണ്ടാക്കും എന്ന് നാം തീരുമാനമെടുത്താൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകും. അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് നാം ഇന്ന് ജീവിച്ചിരിക്കുന്ന ഈ ഒരു രാജ്യം, നാം ഇന്ന് ജീവിക്കുന്ന സൗദി അറേബ്യ. ഈ നാട്ടിൽ ഇവിടുത്തെ മുൻകഴിഞ്ഞ ഭരണാധികാരികൾ മലിക് സഊദ് ബിൻ അബ്ദുൽ അസീസും ഫൈസൽ ബിൻ തുർക്കിയും റഹിമഹുമുല്ലാഹ് അവർ തീരുമാനമെടുക്കുന്നു, ഇവിടെയുള്ള മസാജിദുകളിൽ ഉസൂലു സലാത്ത് പഠിപ്പിക്കപ്പെടണം, ഇവിടെയുള്ള മസാജിദുകളിൽ കശ്ഫ് ശുബഹാത്ത് പഠിപ്പിക്കപ്പെടണം, ഇവിടെയുള്ള മസാജിദുകളിൽ കിതാബ് തൗഹീദ് പഠിപ്പിക്കപ്പെടണം. വർഷങ്ങൾക്ക് മുമ്പ് ഈ രാജ്യത്തിന്റെ അവസ്ഥ എന്തായിരുന്നു നമുക്കറിയാം. ഈ രാജ്യത്തിന്റെ ചരിത്രം പഠിക്കുന്നവർക്കറിയാം ഏതൊരു അവസ്ഥയിലാണ് ഈ രാജ്യം ഉണ്ടായിരുന്നത്. ശിർക്കുകളും ബിദ്അത്തുകളും ഖുറാഫാത്തുകളും ഒക്കെ ധാരാളക്കണക്കിനുണ്ടായിരുന്ന ഒരു നാട്. ആളുകൾ ഹജ്ജിന് വരുമ്പോൾ നിങ്ങൾ പഴയ ആളുകളോടൊക്കെ ചോദിച്ചാൽ അത്രയും അധികം തിന്മകൾ നിറഞ്ഞ നാട്. ഈ നാടിന്റെ ചരിത്രം വായിച്ചവർക്കറിയാം ശിർക്കുകൾ ധാരാളമായി ഉണ്ടായിരുന്ന ഒരു നാടാണ്, തിന്മകൾ ധാരാളമായി ഉണ്ടായിരുന്ന ഒരു നാടാണ്. പക്ഷേ ദഅവത്ത് ആരംഭിച്ചു. ജനങ്ങൾക്കിടയിൽ അറിവിന്റെ പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ട് ഈ ഭരണാധികാരികൾ പറഞ്ഞു, മസാജിദുകളിൽ വെച്ച് ഈ കിതാബുകൾ പഠിപ്പിക്കപ്പെടണം. ആളുകളൊക്കെ ഈ കിതാബുകൾ മനഃപ്പാഠമാക്കാൻ തുടങ്ങി. അതുകൊണ്ട് ഇന്ന് സൗദി അറേബ്യയിലെ സാധാരണ ജനങ്ങൾ വരെ, ഒരുപക്ഷെ അവൻ താടി പഠിച്ച് നടക്കുന്നവനായിരിക്കാം, നിര്യാണിക്ക് താഴെ വസ്ത്രം ധരിക്കുന്നവരായിരിക്കാം, പക്ഷേ അവർക്ക് തൗഹീദിനെ കുറിച്ചുള്ള അറിവ് നൽകപ്പെട്ടത് കാരണത്താൽ ഇന്ന് ഈ നാട്ടിൽ അൽഹംദുലില്ലാഹ് തൗഹീദ് ഉയർന്നു നിൽക്കുകയാണ്. ബിദ്അത്തുകൾ ഈ നാട്ടിൽ നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. കാരണം എന്താണ്? ഒരു സമൂഹത്തിലേക്ക് അറിവ് വ്യാപിപ്പിക്കാൻ ഇവിടുത്തെ ഭരണാധികാരികൾ മുൻകൈയെടുത്തു. ഇതുപോലെ അറിവ് പ്രവേശിച്ചു കഴിഞ്ഞാൽ പ്രിയപ്പെട്ടവരെ, ഒരു പക്ഷേ നമ്മുടെ വരും തലമുറയിലേക്ക് ഏത് രൂപത്തിലാണ് മാറ്റങ്ങൾ ഉണ്ടാവുക എന്ന് നമുക്കറിയില്ല. നമ്മുടെ ജീവിതത്തിൽ അതിന് മാറ്റമുണ്ടാകും, അതുപോലെ തന്നെ വരുന്ന തലമുറയിലേക്കും അതിന്റെ മാറ്റങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ഒന്നാമത്തെ അടിസ്ഥാനം അറിവിന് പ്രാധാന്യം നൽകുക എന്നുള്ളതാണ്. ഞാൻ നേരത്തെ പറഞ്ഞ വാക്ക് ഒന്നുകൂടി പറയുന്നു. നിങ്ങൾ ഏതെങ്കിലും ഒരു സംഘടന, ഏതെങ്കിലും ഒരു വിഭാഗം നിങ്ങളുടെ അരികിലേക്ക് വന്ന് അതാണ് ഹക്കിന്റെ മാർഗം എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അവരെ മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു അടയാളം ഇതാണ്, അവര് അറിവിന് എത്രമാത്രം പ്രാധാന്യം നൽകുന്നവരാണ്. ഇപ്പൊ നമ്മുടെ നാട്ടിൽ ചില സംഘടനകളുണ്ട്. ആ സംഘടനയിൽ പ്രവർത്തിക്കുന്ന ആളുകൾ
അവർക്ക് എന്തറിവാണുള്ളത്? ആ സംഘടനയിൽ പ്രവർത്തിക്കുന്ന ആളുകൾക്ക് എത്രമാത്രം അറിവ് നൽകാനാണ് അവർ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്? ഇത് നാം ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. ഇൽമിന് പ്രാധാന്യം നൽകാതിരിക്കുക എന്നുള്ളത് ഒരിക്കലും അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ മാർഗമല്ല. അതുകൊണ്ട് അറിവ് നാം പഠിക്കുക. അതിന് നാം എന്ത് ചെയ്യണം? അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ പണ്ഡിതന്മാരുടെ ദർസുകൾ, ഇവിടെ നടക്കുന്ന ക്ലാസുകളാണെങ്കിൽ അതിന് നമുക്ക് അറബി അറിയെങ്കിൽ അതിന് പങ്കെടുക്കുക. അതല്ലെങ്കിൽ നമുക്ക് പഠിക്കാനുള്ള സൗകര്യങ്ങൾ എന്താണെന്ന് നോക്കി അത് പഠിക്കാൻ നാം ശ്രമിക്കുക. കാരണം അറിവ് നേടുക എന്നുള്ളത് തിന്മകളിൽ നിന്ന് നമ്മെ തടയുന്ന ഏറ്റവും വലിയ കാര്യമാണ്. ഇനി ഒരാൾ പറയാണ്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരാൾ പറയുന്നു, ഞാനിതിനൊന്നും പോകുന്നില്ല, നമ്മൾ പഠിക്കുന്നില്ല, നമുക്ക് ഈ ദർസുകൾ കേൾക്കാനൊന്നും സമയമില്ല. ആർക്കാണ് അതിന്റെ നഷ്ടം? അവർക്ക് തന്നെയാണ്. നാം എപ്പോഴും പ്രിയപ്പെട്ടവരെ നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒരു ദിവസം ഇവിടുന്ന് നാം മരിക്കേണ്ടവരാണ്. അതിൽ ആർക്കും തർക്കമില്ല. നമ്മളെല്ലാവരും ഏക അഭിപ്രായത്തിലാകുന്ന ഒരു വിഷയമാണത്. നമ്മളെല്ലാവരും മരിക്കും. ഒരാൾക്കും പറയാൻ പറ്റില്ല മരിക്കില്ല എന്നുള്ളത്. മരണശേഷം അള്ളാഹുവിന്റെ മുമ്പിൽ ചോദ്യമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, തലബുൽ ഇൽമി ഫരീളത്തുൻ അലാ കുല്ലി മുസ്ലിം. ഓരോരോ മുസ്ലിം എന്ന് പറഞ്ഞാൽ ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും സ്വയം നഫ്സിനോട് പറയാ, എനിക്ക് വ്യക്തിപരമായി അറിവ് നേടുക എന്നുള്ളത് നിർബന്ധമായ ബാധ്യതയാണ്. അത് നീ നേടുന്നില്ലെങ്കിൽ അള്ളാഹുവിന്റെ മുമ്പിൽ നിന്റെ വിചാരണക്ക് മറുപടി പറയേണ്ടതും നീ തന്നെയാണ്. നീ പഠിക്കേണ്ടത് നിനക്ക് വേണ്ടിയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സംബന്ധിച്ചിടത്തോളം യാ അയ്യുഹന്നാസ് അൻതുമുൽ ഫുഖറാഉ ഇലല്ലാഹ്, ജനങ്ങളെ നിങ്ങളാണ് അല്ലാഹുവിലേക്ക് ആവശ്യക്കാർ. വല്ലാഹു ഹുവൽ ഗനിയുൽ ഹമീദ്, അല്ലാഹു സ്വയം പര്യാപ്തനാണ് എന്ന ബോധ്യം നമുക്കുണ്ടാകണം. നമ്മൾ പഠിക്കാൻ വേണ്ടി തീരുമാനിക്കുക. ഇതാണ് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ഒന്നാമത്തെ അടിസ്ഥാനം. രണ്ടാമത്തെ കാര്യം, നമ്മൾ ഈ ഓരോ വിഷയങ്ങൾ നന്നായി വിശദീകരിക്കുകയാണെങ്കിൽ ധാരാളം സമയം വേണം. ഞാൻ അതിൽ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ പറയുക എന്നതാണ് ഇൻഷാ അല്ലാഹ് നമ്മുടെ ഉദ്ദേശം. ഒന്നാമത്തെ കാര്യം നമ്മൾ പറഞ്ഞു. രണ്ടാമത്തേത് ഷെയ്ഖ് അബ്ദുസ്സലാം ബർജസ് റഹിമഹുല്ലാഹ് പറയുന്നു, അൽ ഹിർസു അല തത്ബീഖ് അൽ അമലി ലിൽ ഇസ്ലാം. ഇസ്ലാം അനുസരിച്ച് ജീവിക്കാൻ നമ്മൾ ശ്രമിക്കുക. ഒന്നാമത്തേത് അറിവാണ്. രണ്ടാമത്തേത് നാം പഠിച്ച അറിവനുസരിച്ച് നാം പ്രവർത്തിക്കുക. ഇത് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞതുപോലെ നാം ഓരോരുത്തരും ഈ ഒരു വാക്കിനെ കുറിച്ച് ഒന്ന് ചിന്തിച്ച് അറിവനുസരിച്ച് നമ്മൾ പ്രവർത്തിക്കണം. ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നു, ഹാസിബു അൻഫുസകും ഖബ്ല അൻ തുഹാസബു. അല്ലാഹുവിന്റെ മുമ്പിൽ നിങ്ങളെ വിചാരണക്കെടുക്കുന്നതിന് മുമ്പ് സ്വയം ഒന്ന് വിചാരണ നടത്താൻ നമ്മൾ തയ്യാറാവുക. നമുക്കറിയുന്ന കാര്യങ്ങൾ അത് ജീവിതത്തിൽ നാം പ്രാവർത്തികമാക്കാറുണ്ട്. ഫർളായ കാര്യങ്ങളാകട്ടെ സുന്നത്തായ കാര്യങ്ങളാകട്ടെ നമ്മുടെ ജീവിതത്തിൽ അമലുകൾക്ക് നാം നൽകുന്ന സ്ഥാനം എന്താണ്? ഇത് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ഒരു അടിസ്ഥാനമാണ്. അമലുകളിൽ അവർ ശ്രദ്ധ കാണിക്കും. അബൂ അബ്ദുറഹ്മാൻ അസ്സുലമി റഹിമഹുല്ലാഹ് പറയുന്നതായി നമുക്ക് കാണാം, حدثنا من كان يقرئنا من أصحاب النبي صلى الله عليه وسلم أنهم كانوا يقترئون من رسول الله عليه الصلاة والسلام 10 آيات. അബൂ അബ്ദുറഹ്മാൻ അസ്സുലമി പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ദീൻ പഠിച്ച, ഖുർആൻ പഠിച്ച സഹാബികൾ നമ്മോട് പറയാറുണ്ടായിരുന്നു, അവർ 10 ആയത്തുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് പഠിച്ചു കഴിഞ്ഞാൽ ഫലാ യഖുദൂന ഫിൽ 10 الأخرى حتى يعلموا ما في هذا من العلم والعمل. ആ പഠിച്ചതനുസരിച്ച് പ്രവർത്തിക്കുന്നതുവരെ അടുത്ത 10 കാര്യങ്ങൾ അവർ പഠിക്കാറില്ലായിരുന്നു എന്ന് ഇബ്നു അബീ ശൈബ റഹിമഹുല്ലാഹ് ഉദ്ധരിക്കുന്ന അസറിൽ നമുക്ക് കാണാൻ സാധിക്കും. നമ്മുടെ മുൻഗാമികൾ അങ്ങനെയാണ്. ഒരു കാര്യം അവർ പഠിച്ചു കഴിഞ്ഞാൽ അവർ ജീവിതത്തിൽ അമലിൽ കൊണ്ടുവരും. ഈ വിഷയത്തിൽ പ്രിയപ്പെട്ടവരെ, ഇത് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ അടിസ്ഥാനമായി ഷെയ്ഖ് അബ്ദുസ്സലാം ബർജസ് റഹിമഹുല്ലാഹ് പരിചയപ്പെടുത്തുന്ന കാര്യമാണ്. അമലുകളിൽ നമുക്ക് ശ്രദ്ധയുണ്ടാകണം. നിങ്ങൾക്കറിയാം, ജൂതന്മാരെ അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ ആക്ഷേപിച്ചപ്പോൾ പറഞ്ഞൊരു കാര്യം എന്താണ്? മസലുൽ ലദീന ഹുമ്മിലു തൗറാത ثم ലം യഹ്മിലൂഹാ കമസലിൽ ഹിമാരി യഹ്മിലു അസ്ഫാറ. ജൂതന്മാരെ സംബന്ധിച്ചിടത്തോളം വേദഗ്രന്ഥങ്ങൾ അവർക്ക് നൽകപ്പെട്ടു, പക്ഷെ അതനുസരിച്ച് അവർ പ്രവർത്തിച്ചിട്ടില്ല. അതനുസരിച്ചുകൊണ്ട് അവർ ജീവിതം തിട്ടപ്പെടുത്തിയിട്ടില്ല. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ജൂതന്മാരെ ആക്ഷേപിച്ചതായി പരിശുദ്ധ ഖുർആനിൽ കാണാം. അതുകൊണ്ടാണ് സലഫുകളിൽ നിന്ന് ചിലർ പറഞ്ഞത്, നമുക്കൊരു വിഷയത്തിൽ അറിവുണ്ടായിരിക്കുകയും അതനുസരിച്ച് നാം പ്രവർത്തിക്കുകയും ചെയ്യുന്നില്ല എങ്കിൽ നമ്മിൽ ജൂതന്മാരോട് സാദൃശ്യമുണ്ട് എന്ന് സലഫുകളിൽ ചിലർ പറഞ്ഞതായി നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് അമലുകളിൽ പ്രിയപ്പെട്ടവരെ നാം കഴിവിന്റെ പരമാവധി ശ്രദ്ധ ചെലുത്താൻ ശ്രമിക്കണം. അമലുകളിൽ മുന്നേറുക, സൽക്കർമ്മങ്ങളിൽ മുന്നേറുക. നമ്മുടെ അമലുകൾ എത്രമാത്രമുണ്ട് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല കാണണം. നമ്മിൽ നിന്ന് നാം അമലുകൾ വർദ്ധിപ്പിക്കുക. അമലുകളിൽ മുന്നേറുക എന്നുള്ളത് അമ്പിയാക്കളുടെ സ്വഭാവമാണ്, മുഅ്മിനീങ്ങളുടെ സ്വഭാവമാണ്.
അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ പറഞ്ഞതായി കാണാം. സൂറത്തു ആലു ഇംറാനിൽ യുഅ്മിനൂന ബില്ലാഹി വൽ യൗമിൽ ആഖിർ, അവർ അല്ലാഹുവിലും അന്ത്യനാളിലും വിശ്വസിക്കുന്നവരാണ്. വയഅ്മുറൂന ബിൽ മഅറൂഫി വയൻഹൗന അനിൽ മുൻകർ, മുഅ്മിനീങ്ങൾ എന്ന് പറഞ്ഞാൽ നന്മ പറയുന്നവരും തിന്മ വിലക്കുന്നവരുമാണ്. വയുസാരിഊന ഫിൽ ഖൈറാത്ത്, വയുസാരിഊന ഫിൽ ഖൈറാത്ത്, നന്മകളിൽ അവർ നന്മകൾ ചെയ്യുമെന്നല്ല, വിശ്വാസികളുടെ വിശേഷണമാണിത്. നാം വിശ്വാസികളാണെങ്കിൽ നമുക്ക് ഈ വിശേഷണം ഉണ്ടോ? എന്താണ് അവരുടെ വിശേഷണം? യുസാരിഊൻ, അവർ നന്മകളിൽ മത്സരിക്കുന്നവരാണ്. മത്സരമാണ്. എങ്ങനെയെങ്കിലും ഒരു നന്മ ചെയ്യുക എന്നതല്ല, മറിച്ച് സലഫുസ് സാലിഹീങ്ങൾ, നമ്മുടെ മുഅ്മിനീങ്ങളായ മുൻഗാമികളായ ആളുകൾ, അവർ നന്മകളിൽ മത്സരിക്കുന്നവരായിരുന്നു. സഹാബത്തിന്റെ ചരിത്രം നിങ്ങൾ നോക്കിയാൽ അവരെത്രമാത്രം നന്മകളിൽ മത്സരിച്ചിരുന്നു. നമുക്കിന്ന് പലപ്പോഴും വരുന്ന വലിയൊരു കുറവാണ് അമലിലുള്ള മുന്നേറ്റം എന്നുള്ളത്. നമുക്ക് ഇൽമുണ്ട്, പലർക്കും ദർസുകളിൽ ഇരിക്കുന്നവരാണ്, പക്ഷെ അമലുകൾ എത്രമാത്രം നാം ശ്രദ്ധിക്കുന്നു. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിനോട് പറഞ്ഞു, സഹൽ ബിൻ സഅദ് അസ്-സാഇദി റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസിൽ കാണാം, അവിടുന്ന് ഒരിക്കൽ സഹാബത്തിനോട് പറഞ്ഞു, ലഉഅതിയന്ന റായത ഗദൻ റജുലൻ യുഹിബ്ബുല്ലാഹ വറസൂലഹു വയുഹിബ്ബുഹു അല്ലാഹു വറസൂലുഹു, ഞാൻ നാളെ ഖൈബർ യുദ്ധത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഞാൻ നാളെ ഈ യുദ്ധത്തിന്റെ പതാക നൽകുന്നത് ഒരു വ്യക്തിക്കായിരിക്കും. എന്താണ് ആ വ്യക്തിയുടെ പ്രത്യേകത? അയാളെ അള്ളാഹുവും റസൂലും ഇഷ്ടപ്പെടുന്നു, അദ്ദേഹം അള്ളാഹുവിനെയും റസൂലിനെയും ഇഷ്ടപ്പെടുന്നു. അങ്ങനെയുള്ള ഒരാൾക്ക് ഞാൻ ഈ പതാക നൽകുന്നതാണ്. ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സാക്ഷ്യം പറയുകയാണ്, ഞാൻ ആ നൽകുന്ന വ്യക്തിയുടെ വിശേഷണം എന്താണെന്നാൽ സഹാബികൾക്ക് ഇതുവരെ ആരാണെന്ന് അറിയില്ല. ഈ സംസാരം പ്രവാചകൻ നടത്തുമ്പോൾ സഹാബികൾക്കറിയില്ല ആരെക്കുറിച്ചാണ് പറയുന്നത്. പക്ഷേ പ്രവാചകൻ അയാൾക്ക് വേണ്ടി സാക്ഷ്യം പറയുന്നു. പ്രവാചകൻ പറഞ്ഞു, അയാളുടെ വിശേഷണം എന്താണെന്നാൽ അയാളെ അള്ളാഹുവിനും റസൂലിനും ഇഷ്ടമാണ്. അയാളെ അള്ളാഹുവിനും റസൂലിനും ഇഷ്ടമാണ്. നമ്മൾ അള്ളാഹുവിനെയും റസൂലിനെയും സ്നേഹിക്കുക എന്നുള്ളത് വലിയ മർത്തബയാണ്. അതിനേക്കാളും വലുതാണ് അള്ളാഹുവിന്റെ സ്നേഹം അയാൾക്കുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സാക്ഷി പറയുന്നു. ഇത് കേട്ട സഹാബികൾ അവരെന്താ ചെയ്തത്? എന്തായാലും പ്രവാചകൻ പറഞ്ഞതല്ല, നമുക്ക് എല്ലാവർക്കും ഉറങ്ങിക്കളയാം, നാളെ പ്രവാചകൻ ആർക്കെങ്കിലും നൽകുമ്പോൾ മനസ്സിലാക്കുക എന്നാണോ? ആ സഹാബി ഉദ്ധരിക്കുമ്പോൾ, ഹദീസ് ഉദ്ധരിക്കുമ്പോൾ പറയുന്നു, എല്ലാവരും രാത്രിയിൽ വല്ലാതെ ആഗ്രഹിച്ചു കടന്നു, നാളെ പ്രവാചകൻ എന്നെ വിളിച്ചിരുന്നെങ്കിൽ എത്ര നന്നായേനെ. ഈ കൊടി നൽകാൻ എന്നെയാണ് പ്രവാചകൻ വിളിച്ചിരുന്നതെങ്കിൽ എത്ര നന്നായേനെ എന്ന് ഓരോരോ സഹാബികളും അവർ സ്വയം മനസ്സിൽ മന്ത്രിച്ചു. അവർ പരസ്പരം പറഞ്ഞു, അവർ ആഗ്രഹിച്ചു, എന്നെ വിളിക്കണം. കാരണം എന്താ? ആ വ്യക്തിയുടെ ക്വാളിറ്റി എന്നാൽ അവരെ അള്ളാഹുവിന് ഇഷ്ടമാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ആ നന്മയിൽ മുന്നേറാൻ പൊതുവെ സഹാബത്തിന്റെ ചരിത്രം നമുക്കറിയാം. അവരൊരിക്കലും ഭൗതികമായ നേട്ടങ്ങൾ ആഗ്രഹിച്ചിരുന്നില്ല. അവരൊരിക്കലും സൈന്യത്തിന്റെ മുന്നിൽ നിൽക്കണമെന്ന് ആഗ്രഹിച്ചിരുന്നില്ല. എന്ന് പറഞ്ഞാൽ സേനാധിപനായി മുന്നിൽ ഉണ്ടാകണമെന്ന് ആഗ്രഹിച്ചില്ല. ഇസ്ലാമിന് വേണ്ടി ഖിദ്മത്ത് ചെയ്യണമെന്ന ചിന്ത മാത്രമാണ് അവർക്ക്. പക്ഷേ ഇവിടെ അവർ സൈന്യാധിപനായി, ആ സൈന്യത്തെ മുന്നിൽ നടക്കുന്നവനായി എനിക്കാകണം, ആ സ്ഥാനം എനിക്ക് വേണം എന്ന് ആഗ്രഹിക്കാനുള്ള കാരണം എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഈ ഷഹാദത്ത്, അള്ളാഹു സ്നേഹിക്കുന്ന ആ മർത്തബയിൽ എനിക്ക് എത്തണം എന്ന താല്പര്യമായിരുന്നു ആ രാത്രിയിൽ സഹാബികൾ പരസ്പരം സംസാരിക്കാനും ഇത്തരത്തിൽ ചിന്തിക്കാനും കാരണം. അങ്ങനെയായിരുന്നു അവർ നന്മകളിൽ മുന്നേറുന്നവർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മസ്ജിദ് നബവി നിർമ്മിക്കുന്ന സമയം സഹാബികളൊക്കെ ഓരോരോ ഇഷ്ടിക കൊണ്ടുകൊടുക്കുമായിരുന്നു. ഇഷ്ടിക എടുത്ത് മസ്ജിദ് പണിയാൻ എല്ലാവരും സഹായിക്കും. അമ്മാർ ഇബ്നു യാസിർ റളിയല്ലാഹു അൻഹു ആവട്ടെ 2 ഇഷ്ടികകളാണ് എടുത്തുകൊണ്ട് നടക്കാറ്. സഹീഹ് ബുഖാരിയിലുള്ള സംഭവമാണ്. ഇമാം അഹ്മദിന്റെ അരികിൽ സിയാദ കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അമ്മാറിനോട് ചോദിച്ചു, അമ്മാർ, ബാക്കിയുള്ള സഹാബികൾ ചെയ്യുന്നത് പോലെ ഒരു ഇഷ്ടിക എടുത്താൽ പോലെ താങ്കൾക്കും, താങ്കൾ എന്തിനാ 2 ഇഷ്ടിക എടുക്കുന്നത്? അമ്മാർ ഇബ്നു യാസിർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, പ്രവാചകരെ, എനിക്ക് അള്ളാഹുവിങ്കിൽ വലിയ പ്രതിഫലം വേണം, എനിക്ക് അള്ളാഹുവിന്റെ അരികിൽ വലിയ പ്രതിഫലം വേണം. അവരൊക്കെ ഒരു ഇഷ്ടിക എടുത്ത് നടക്കുമ്പോൾ 2 ഇഷ്ടിക ഞാൻ എടുത്താൽ ഞാൻ അമലുകൾ കൂടുതൽ ചെയ്ത ഒരാളായില്ലേ, അതുകൊണ്ട് എനിക്ക് ആ പ്രതിഫലം ആഗ്രഹമുണ്ട് എന്ന് അമ്മാർ ഇബ്നു യാസിർ റളിയല്ലാഹു അൻഹു പറഞ്ഞതായി നമുക്ക് കാണാം. ഇതായിരുന്നു സഹാബത്തിന്റെ ജീവിതം. അമലുകളിൽ അവർ മുന്നേറി. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കയ്യിൽ ഒരിക്കൽ കുറച്ച് സമ്പാദ്യം ഉണ്ടായിരുന്നു. പൊതുവെ ഉണ്ടാവാറില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അന്നേ ദിവസം സഹാബികളോട് ചോദിച്ചു, സദഖ ചെയ്യണം, നിങ്ങൾ സദഖ നൽകണമെന്ന് സഹാബികളോട് പറഞ്ഞു. ഉമർ റളിയല്ലാഹു അൻഹു തീരുമാനമെടുത്തു, അൽയൗമ അസ്ബിഖു അബൂബക്കർ, എപ്പോഴും അബൂബക്കർ അല്ലേ എന്നെ ഇബാദത്തുകളിൽ തോൽപ്പിക്കാറുള്ളത്, ഇന്ന് ഞാൻ അബൂബക്കറിനെ തോൽപ്പിക്കും, ഇന്ന് അബൂബക്കറിനെ ഞാൻ തോൽപ്പിക്കും. എപ്പോഴും അബൂബക്കറാണ് നന്മകളിൽ മുന്നേറുന്നതെങ്കിൽ ഇന്ന് ഉമറിന്റെ ദിവസമാണ്. ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നു, ഞാൻ നേരെ വീട്ടിലേക്ക് പോയി എന്റെ അരികിലുള്ള ആ സമ്പാദ്യത്തിന്റെ പകുതിയും എടുത്ത്
ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുന്നിൽ കൊണ്ടുവന്നു. പകുതി എന്നൊക്കെ പറഞ്ഞാൽ പ്രിയപ്പെട്ടവരെ അങ്ങനെ തന്നെ നമ്മൾ മനസ്സിലാക്കണം. 100 രൂപയുണ്ടെങ്കിൽ 50 രൂപ പ്രവാചകന് കൊണ്ടുകൊടുത്തു. അദ്ദേഹം വന്നപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ ഇരിക്കുകയാണ്. പ്രവാചകന്റെ കയ്യിൽ അത് കൊടുത്തു. ശേഷം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വന്നു. അബൂബക്കർ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ സമ്പാദ്യം മുഴുവനായി അവിടെ കൊണ്ടുകൊടുത്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമറിനോട് ചോദിച്ചു, ഉമറെ, വീട്ടിൽ എന്താണ് വീട്ടുകാർക്ക് വേണ്ടി ബാക്കിയാക്കിയിട്ടുള്ളത്? ഉമർ പറഞ്ഞു, പ്രവാചകരെ, കൊണ്ടുവന്നതിന്റെ നേരെ പകുതി അതുപോലെ ഒന്ന് വീട്ടിലുമുണ്ട്. അബൂബക്കറിനോട് ചോദിച്ചു, അബൂബക്കർ, താങ്കൾ എന്താണ് വീട്ടിൽ ബാക്കിയാക്കിയത്? അബൂബക്കർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, പ്രവാചകരെ, അള്ളാഹുവിനോടും റസൂലിനോടുമുള്ള ഇഷ്ടം മാത്രമേ എനിക്കുള്ളൂ, വേറൊന്നുമില്ല. ഞാൻ എന്റെ സമ്പാദ്യം മുഴുവനായി കൊണ്ടുവന്നിട്ടുണ്ട്. ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അന്ന് എനിക്ക് മനസ്സിലായി അബൂബക്കറിനെ മറികടക്കാൻ എനിക്ക് സാധിക്കുകയില്ല. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, നാം ഇന്ന് ചിന്തിച്ചാൽ പലപ്പോഴും നമ്മുടെ അരികിലേക്ക് ഒരു സദഖയുടെ വിഷയം വന്നാൽ നമ്മൾ എങ്ങനെയാ ചെയ്യാറ്? നാം നോക്കും, ഏറ്റവും അധികം അല്ലെങ്കിൽ ആളുകളൊക്കെ എന്താണ് നൽകിയിരിക്കുന്നത്, അതിനേക്കാളും കുറച്ചധികം കൊടുക്കുന്ന ആളുകൾ ഉണ്ടാകും. ആളുകളൊക്കെ കുറഞ്ഞ സംഖ്യയാണെങ്കിൽ കുറഞ്ഞ സംഖ്യ ആയിരിക്കും ബാക്കിയുള്ളവർ കൊടുക്കുക. അങ്ങനെയല്ല നമ്മൾ ചെയ്യേണ്ടത്, നന്മകളിൽ മുന്നേറുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിലേക്ക് ഒരിക്കൽ ഒരു വ്യക്തി വന്നു, വിശന്ന് പ്രയാസപ്പെടുന്ന ഒരു വ്യക്തി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, വിശക്കുന്നു പ്രവാചകരെ, പ്രയാസത്തിലാണ്. ആ വ്യക്തി വന്നപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഭാര്യമാരുടെ അരികിലേക്ക് അയച്ചു. അവരോട് പറഞ്ഞു, വീട്ടിൽ എന്തെങ്കിലും ഭക്ഷണം ഉണ്ടെങ്കിൽ ഈ വ്യക്തിക്ക് കൊടുക്കണം. ഭാര്യമാരുടെ വീട്ടിൽ നിന്നൊക്കെ മറുപടി വന്നു. അള്ളാഹുവിന്റെ റസൂലിന്റെ വീട്ടിൽ നിന്ന് മറുപടികൾ വന്നു, എവിടെയും ഭക്ഷണമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് 9 ഭാര്യമാരുണ്ട്, അവർക്കൊക്കെ വീടുകളുണ്ട്. ആ വീടുകളിൽ ഒന്നും ഈ ആൾക്ക് നൽകാൻ മാത്രം ഭക്ഷണമില്ല. എത്രമാത്രം അവസ്ഥയിലായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചത് എന്ന് കൂടി നാം ചിന്തിക്കുക അതിനിടയിൽ. ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബികളോട് ചോദിച്ചു, ഇന്ന് ഈ വ്യക്തിക്ക് ആരാണ് ഭക്ഷണം നൽകാൻ തയ്യാറാകുക? അൻസാരിയായ ഒരു സഹാബി എഴുന്നേറ്റ് പറഞ്ഞു, പ്രവാചകരെ, ഞാൻ ഭക്ഷണം നൽകാം. അങ്ങനെ ആ വ്യക്തി ഈ അതിഥിയെയും കൂട്ടി വീട്ടിലേക്ക് പോയി. ഭാര്യയോട് ചോദിച്ചു, വീട്ടിൽ എന്താണ് ഭക്ഷണം ഉള്ളത്? അവർ പറഞ്ഞു, കാര്യമായിട്ടൊന്നുമില്ല, മക്കൾക്ക് തയ്യാറാക്കിയ കുറച്ച് ഭക്ഷണമുണ്ട്. മക്കൾക്ക് തയ്യാറാക്കിയ ഒരല്പം ഭക്ഷണം മാത്രമേ ഉള്ളൂ. ആ സഹാബി ഭാര്യയോട് പറഞ്ഞു, ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏൽപ്പിച്ച അതിഥിയാണ്, നമുക്കൊരു കാര്യം ചെയ്യാം, മക്കളെ നമുക്ക് ഉറക്കാം, മക്കൾ ഉറങ്ങിക്കോട്ടെ. അങ്ങനെ മക്കളെ ഉറക്കി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിർദ്ദേശിച്ച നിർദ്ദേശപ്രകാരം ഈ സഹാബി ഭാര്യയോട് പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യുക, ഭക്ഷണം വിളമ്പിക്കഴിഞ്ഞാൽ ലൈറ്റ് നന്നാക്കുന്നത് പോലെ നീ അവിടെ ചെന്ന് ലൈറ്റിന്റെ മുകളിലൊന്ന് അത് കെടുത്തി കളയാം. ലൈറ്റ് നന്നാക്കുന്നത് പോലെ നീ അവിടെ പോയാൽ മതി. പഴയകാലം വിളക്കാണ്, ആ വിളക്ക് നീ കെടുത്തി കളയുക. ഒരിക്കലും അതിഥികൾക്ക് തോന്നരുത് നമുക്ക് ഭക്ഷണമില്ല എന്ന്. ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞയച്ച ആ അതിഥിക്ക് ഭക്ഷണം നൽകി. ഇവരെല്ലാവരും പട്ടിണി കിടന്നു. എല്ലാവരും പട്ടിണി കിടന്നു. ഉമ്മയും വാപ്പയും മക്കളൊക്കെ പട്ടിണി കിടന്നു. പിറ്റേ ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിൽ ഈ സ്വഹാബി പോയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, നിങ്ങൾ ഇന്നലെ ചെയ്തിരിക്കുന്ന പ്രവർത്തനം കണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ചിരിച്ചിരിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ചില റിവായത്തിൽ അല്ലാഹു അത്ഭുതപ്പെട്ടിരിക്കുകയാണ് എന്ന് കാണാം. നിങ്ങൾ ചിന്തിച്ചു നോക്കിയേ, അന്ന് ആ സഹാബിയെ സംബന്ധിച്ചിടത്തോളം ഈ വാർത്ത നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുഖേന അറിഞ്ഞു. പ്രിയപ്പെട്ടവരെ, നാം ഇന്ന് ഇത്തരത്തിൽ നന്മകളിൽ മുന്നേറുകയാണെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത്തരത്തിൽ ഒരു ഫളൽ നമുക്ക് അവിടെ തയ്യാറാക്കി വെച്ചാൽ, ഇത്തരത്തിൽ അല്ലാഹുവിൽ നിന്നുള്ള ഒരു സന്തോഷ വാർത്ത നമുക്ക് അവിടെ ഉണ്ട് എങ്കിൽ അത് എത്രമാത്രം വിലപിടിപ്പുള്ളതാണ്. നമുക്ക് നന്മകളിൽ മുന്നേറാൻ ഇനിയും ധാരാളം സാധിക്കും, സൽക്കർമ്മങ്ങളിൽ മുന്നേറാൻ സാധിക്കും. പക്ഷേ പലപ്പോഴും നമ്മുടെ അലസത നമ്മെ അതിന് തടസ്സപ്പെടുത്തുകയാണ്. എന്നാൽ സഹാബത്തിന്റെ ജീവിതം, അവരെപ്പോഴും നന്മകളിൽ മത്സരിക്കുന്നവരാണ്. അള്ളാഹു പറഞ്ഞതുപോലെ, വസാരിഉ ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും, നിങ്ങൾ അള്ളാഹുവിന്റെ മഗ്ഫിറത്തിന് വേണ്ടി പരസ്പരം മത്സരിക്കുക. അതുകൊണ്ട് തന്നെ ചില സഹാബികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അരികിൽ വന്നിട്ട് പറഞ്ഞു, പ്രവാചകരെ, ദഹബ അഹ്ലുദ് ദുസൂരി ബിൽ ഉജൂർ, പ്രവാചകരെ, ഈ സമ്പാദ്യമുള്ള ആളുകളൊക്കെ പ്രതിഫലവുമായിട്ട് പോയി കളയുകയാണ്. സഹാബികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിൽ വന്ന് പരാതി പറയുന്നു. പ്രവാചകൻ ചോദിച്ചു, എന്താ വിഷയം? പ്രവാചകനോട് പറഞ്ഞു, പ്രവാചകരെ, ഇവർക്ക് സമ്പാദ്യമുണ്ട്, ഇവർ നമ്മെ പോലെ നിസ്കരിക്കുന്നു, നമ്മെ പോലെ അദ്കാറുകൾ ചെല്ലുന്നു, പക്ഷേ നമ്മുടെ അരികിൽ പണമില്ലാത്തത് കൊണ്ട് നമുക്ക് സദഖ നൽകാൻ സാധിക്കുന്നില്ല. അവരാകട്ടെ സദഖ ചെയ്തുകൊണ്ട് നന്മകളിൽ മുന്നേറുകയാണ്. പ്രവാചകരെ, നമ്മൾ എന്ത് ചെയ്യും? അവരുടെ ആവലാതിയാണ്, അവരുടെ വിഷമം പ്രകടിപ്പിക്കുകയാണ്. അവർ നന്മകളിൽ മുന്നേറാൻ ഒരു അവസരം ലഭിക്കുന്നില്ലല്ലോ ഈ വിഷയത്തിൽ എന്ന ഖേദമായിരുന്നു പ്രിയപ്പെട്ടവർ അവരുടെ മനസ്സ് നിറയെ. അമലുകളിൽ മുന്നേറാൻ അതായിരുന്നു നമ്മുടെ മുൻഗാമികളുടെ മാർഗം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇത് അഹ്ലുസ് സുന്നത്ത് വൽ ജമാഅത്തിന്റെ രണ്ടാമത്തെ അടിസ്ഥാനമായി ഷെയ്ഖ് അബ്ദുസ്സലാം ഈ കിതാബിൽ പറഞ്ഞ കാര്യമാണ്. നന്മകളിൽ നമ്മൾ മുന്നേറുക, പഠിക്കുക, പഠിച്ച കാര്യങ്ങൾ പ്രാവർത്തികമാക്കുക. അദ്കാറു സബാഹ് നമ്മൾ പഠിച്ചാൽ രാവിലെ കിടന്നുറങ്ങാനുള്ളതല്ല, ആ സമയം നാം അദ്കാറു സബാഹ് പറയുക. അദ്കാറുൽ മസാ പഠിച്ചാൽ ആ ദിക്ർ നമ്മൾ പ്രാവർത്തികമാക്കുക.
ഒരു അമൽ നമ്മൾ പഠിച്ചാൽ, ഒരു ഇൽമ് നമ്മൾ നേടിയെടുത്തു കഴിഞ്ഞാൽ ആ അമൽ നമ്മുടെ ജീവിതത്തിൽ നിർബന്ധമായി നമ്മൾ ചെയ്യണം. ഒരു കാരണവശാലും ഒഴിവാക്കില്ല എന്ന തീരുമാനം നമ്മൾ എടുക്കുക. ഇമാം അഹ്മദ് പറഞ്ഞതുപോലെ ഏത് ഹദീസ് ഞാൻ കേട്ടാലും അതനുസരിച്ച് ഞാൻ അമൽ ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. ഏത് ഹദീസ് കേട്ടാലും അതനുസരിച്ച് അമൽ ചെയ്യുക എന്നുള്ളത് നമ്മുടെ ജീവിതത്തിൽ ഒരു വിശേഷണമായി നാം കൊണ്ടു നടക്കുക. അതാണ് സഹാബത്തിന്റെ മാർഗമെന്ന് അബു അബ്ദുറഹ്മാൻ സുലമി റഹിമഹുല്ല പറഞ്ഞത് നേരത്തെ നമ്മൾ വായിക്കുകയും ചെയ്തിരുന്നു. മൂന്നാമത്തെ അടിസ്ഥാനം, ഒന്നാമത്തേത് ഇൽമ്, രണ്ടാമത്തേത് അമൽ, മൂന്നാമത്തെ കാര്യം അദ്ദഅവതു ഇലല്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് ആളുകളെ ക്ഷണിക്കുക. നാം പഠിച്ച കാര്യങ്ങൾ അത് മറ്റുള്ളവരിലേക്ക് പകർത്തി നൽകുക. അല്ലാഹു പറയുന്നു സൂറത്തു ഫുസ്സിലത്തിൽ, വമൻ അഹ്സനു ഖൗലൻ മിമ്മൻ ദഅ ഇലല്ലാഹി വഅമില സാലിഹൻ വഖാല ഇന്നനി മിനൽ മുസ്ലിമീൻ. വമൻ അഹ്സനു ഖൗലൻ മിമ്മൻ ദഅ ഇലല്ലാഹ്, അല്ലാഹുവിലേക്ക് ആളുകളെ ക്ഷണിക്കുന്നതിനേക്കാളും നല്ല സംസാരം സംസാരിക്കുന്നവർ മറ്റാരാണുള്ളത് എന്ന് പറഞ്ഞാൽ, രണ്ടാളുകൾ പരസ്പരം കണ്ടുമുട്ടുമ്പോൾ നിന്റെ സംസാരം റബ്ബിനെ കുറിച്ചാണെങ്കിൽ, ഈ ദീനിനെ കുറിച്ചാണെങ്കിൽ, അള്ളാഹുവിന്റെ റസൂലിനെ കുറിച്ചാണെങ്കിൽ, ഈ ദീനിനെ ഉയർത്താനുള്ള വിഷയങ്ങളാണ് നീ സംസാരിക്കുന്നതെങ്കിൽ നിന്റെ സംസാരമാണ് ഏറ്റവും നല്ല സംസാരമെന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയും. അപ്പൊ നമ്മളൊന്ന് ചിന്തിച്ചു നോക്കിയാൽ എത്ര ദിവസമായി നാം നല്ല സംസാരങ്ങൾ സംസാരിച്ചിട്ട്, എത്ര ദിവസമായി നല്ല കാര്യങ്ങൾ പറഞ്ഞിട്ട്. നമുക്കിത് വലിയ അവസരമാണ്. നമ്മുടെ ഭാര്യയോട് നല്ല കാര്യങ്ങൾ നമ്മൾ പറയുക, നന്മകൾ നമ്മൾ പറയുക. വമൻ അഹ്സനു ഖൗലൻ മിമ്മൻ ദഅ ഇലല്ലാഹ്, നല്ല കാര്യങ്ങൾ പറയുന്നവരെക്കാൾ, അള്ളാഹുവിലേക്ക് ക്ഷണിക്കുന്നവരെക്കാൾ നല്ല ആളുകൾ മറ്റാരാണുള്ളത് എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയും. ആളുകൾക്ക് പ്രിയപ്പെട്ടവരെ എപ്പോഴും നല്ലത് പറഞ്ഞു കൊടുത്തുകൊണ്ടേയിരിക്കുക. ഒരാളെ കണ്ടാൽ അയാൾക്ക് ഖൈർ പറഞ്ഞു കൊടുക്കുക. നമ്മളെ കുടുംബത്തിലൊക്കെ പലരും ഉണ്ടാവും. ഹറാമ് ചെയ്യുന്നവരുണ്ടാകും, സിഗരറ്റ് വലിക്കുന്നവരുണ്ടാകും, നിര്യാണിക്ക് താഴെ വസ്ത്രം ധരിക്കുന്നവരുണ്ടാകും, ശിർക്ക് ചെയ്യുന്നവരുണ്ടാകും, അള്ളാഹു അല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിക്കുന്നവരുണ്ടാകും, ഖബറാളികളോട് ദുആ ചെയ്യുന്നവരുണ്ടാകും, തവസ്സുൽ ചെയ്യുന്ന ആളുകളുണ്ടാകും, ബിദ്അഇയായ തവസ്സുൽ ചെയ്യുന്ന ആളുകളുണ്ടാകും, പാപങ്ങൾ ചെയ്യുന്നവരുണ്ടാകും. ഇനി നമ്മുടെ കച്ചവട മേഖലയിൽ നോക്കിയാൽ കൈകൂലി വാങ്ങുന്ന ആളുകൾ ഉണ്ടായേക്കാം. അതുപോലെ തന്നെ ഹറാമായ സർട്ടിഫിക്കറ്റ് വെച്ചുകൊണ്ട് ജോലിക്ക് അപ്ലൈ ചെയ്യുന്ന ആളുകൾ ഉണ്ടാകാം. ഇതൊക്കെ ഹറാമുകളാണ്. ഇങ്ങനെ തെറ്റുകൾ കണ്ടാൽ അവരെ നാം ദഅവത്ത് നടത്തുക, അവർക്ക് നാം നന്മകൾ പറഞ്ഞു കൊടുക്കുക. ഒരു വ്യക്തി കുഫ്ർ ചെയ്യുന്നത് കണ്ടാൽ അയാൾക്ക് ഇസ്ലാം പറഞ്ഞു കൊടുക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി അലി ഇബ്നു അബി ത്വാലിബിന്റെ ഹദീസിൽ കാണാം, ലാ യഹ്ദിയല്ലാഹു ബിക റജുലൻ വാഹിദൻ ഖൈറുൻ ലക മിൻ ഹുമറിൻ നഅം. അലി, താങ്കൾ മുഖേന അല്ലാഹു ഒരു വ്യക്തിക്ക് സന്മാർഗം നൽകിയാൽ താങ്കൾക്ക് ചുവന്ന ഒട്ടകങ്ങൾ ലഭിക്കുന്നതിനേക്കാളും ഉന്നതമായ സ്ഥാനമാണതെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി കാണാം. അറബികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ വലിയ സമ്പത്തായിരുന്നു ചുവന്ന ഒട്ടകങ്ങൾ. അതുകൊണ്ട് തന്നെ സഹാബികൾ നന്മകൾ പറയുന്നതിൽ മുന്നേറുന്നവരാണ്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായ ശേഷം സഹാബികൾ എല്ലാവരും മദീനയിൽ തന്നെ ഇരിക്കുകയാണോ ചെയ്തത്? അല്ല, അവർ ദഅവത്തിന് വേണ്ടി പല രാജ്യങ്ങളിലേക്കും യാത്രയായി. ദഅവത്തിന് വേണ്ടി പല രാജ്യങ്ങളിലേക്കും അവർ സഞ്ചരിച്ചു. കാരണം എന്താണ്? ഈ ദീൻ എത്തിക്കുന്നതിന്റെ മഹത്വം അവർ മനസ്സിലാക്കി, അവരുടെ ഉത്തരവാദിത്വം അവർ മനസ്സിലാക്കി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ, മൻ ദഅ ഇലാ ഹുദാ കാന ലഹു മിനൽ അജ്രി മിസ്ലു ഉജൂരി മൻ തബിഅ. ആരെങ്കിലും ഒരാളെ സന്മാർഗത്തിലേക്ക് ക്ഷണിച്ചാൽ ആ ക്ഷണിക്കപ്പെട്ടവൻ ചെയ്യുന്നതിന്റെ പ്രതിഫലവും കൂടി ക്ഷണിച്ചവന് ലഭിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. ഇതവർ മനസ്സിലാക്കി. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മുടെ കുടുംബത്തിലും മറ്റും ശിർക്ക് ചെയ്യുന്ന ആളുകളുണ്ടെങ്കിൽ, ഹറാമുകൾ ചെയ്യുന്ന ആളുകളുണ്ടെങ്കിൽ അവർക്ക് നാം പറഞ്ഞു കൊടുക്കുക, ഇത് ചെയ്യാൻ പാടില്ല. നന്മകൾ മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കാൻ നമുക്ക് സാധിക്കുന്ന ഒരു മാർഗവും നാം ഒഴിവാക്കാതിരിക്കുക. അത് നമുക്ക് എളുപ്പത്തിൽ നടക്കുന്ന ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ പറയാം. നമ്മുടെ മക്കൾക്ക് സൂറത്തുൽ ഫാത്തിഹ നമ്മൾ പഠിപ്പിച്ചു കൊടുക്കുക. മാതാപിതാക്കൾക്ക് സൂറത്തുൽ ഫാത്തിഹ നന്നായി അറിയുമെങ്കിൽ നിങ്ങൾ തീരുമാനമെടുക്കുക, എന്റെ മകന്, എന്റെ മകൾക്ക് ഞാൻ പഠിപ്പിച്ചു കൊടുക്കും. എന്താണ് അതിന്റെ മെച്ചം? അവരെത്ര കാലം ഈ സൂറത്തുൽ ഫാത്തിഹ ഓതിക്കൊണ്ട് നിസ്കരിക്കുന്നുവോ അതിന്റെ പ്രതിഫലം നിനക്കാണ്. ഇന്ന് പല ആളുകളും അങ്ങനെയുള്ള സ്വന്തം മക്കളെ നന്നാക്കുന്നതിൽ, സ്വന്തം മക്കളുടെ തർബിയത്തിന്റെ വിഷയത്തിൽ പ്രത്യേകിച്ച് ശ്രദ്ധയുണ്ടാവില്ല. അവരെ മദ്രസയിലേക്ക് അയക്കും, മദ്രസയിൽ വെച്ച് പഠിച്ചോട്ടെ എന്ന് വിചാരിക്കും. മദ്രസയിൽ അയക്കണം, ദീന് പഠിപ്പിക്കണം, അതൊക്കെ വേണം. പക്ഷേ നമുക്ക് നന്മകൾ നേടിയെടുക്കാൻ ലഭിക്കുന്ന ഒരു അവസരങ്ങൾ അതൊരിക്കലും നഷ്ടപ്പെടുത്താതിരിക്കാൻ ശ്രമിക്കും. അവർക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ നമുക്ക് അർഹതയുണ്ടെങ്കിൽ, നമുക്ക് അതിനെക്കുറിച്ചുള്ള അറിവുണ്ടെങ്കിൽ അവർക്ക് ആ കാര്യം നാം പറഞ്ഞു കൊടുക്കുക. സൂറത്തുൽ ഫാത്തിഹ പഠിപ്പിച്ചു കൊടുക്കുക. ഇസ്ലാമിന്റെ പ്രാരംഭ പാഠങ്ങൾ അവരോട് പറയുക. ആരെങ്കിലും നിനക്ക് എന്തെങ്കിലും നൽകിയാൽ അവരോട് ജസാക്കല്ലാഹു ഖൈറൻ പറയണം. ആ മക്കൾ ആരോടൊക്കെ അത് പറഞ്ഞാലും നിങ്ങൾക്ക് അതിന്റെ പ്രതിഫലമുണ്ട്. ആരോട് പറഞ്ഞാലും നിങ്ങൾക്ക് അതിന്റെ പ്രതിഫലമുണ്ട്. ഇനി ആ മക്കൾ അവരുടെ മക്കൾക്ക് പഠിപ്പിച്ചു കൊടുത്താൽ പ്രിയപ്പെട്ടവരെ, മരണശേഷവും നമ്മുടെ ഖബറിലേക്ക് ഇത്തരത്തിൽ പ്രതിഫലം വന്നുകൊണ്ടേയിരിക്കും.
ആ മക്കൾക്ക് നന്മകൾ പഠിപ്പിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ മരണശേഷം അവർ നമുക്ക് വേണ്ടി ദുആ ചെയ്യും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഹദീസിൽ പറഞ്ഞതായി കാണാം, മരണപ്പെട്ട മയ്യിത്തിന് പരലോകത്ത് സ്ഥാനം ഉയർത്തി നൽകപ്പെടും. ഈ സമയം ആ മയ്യത്ത് അല്ലെങ്കിൽ ആ മരണപ്പെട്ട വ്യക്തി ചോദിക്കും, ഇത് എവിടെ നിന്നാണ് എനിക്ക് ലഭിച്ചത്? ഇത് ലഭിക്കാനുള്ള കാരണം എന്താണ്? അദ്ദേഹം മരണപ്പെട്ടു കഴിഞ്ഞതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, അവനോട് പറയപ്പെടും, ബിസ്തിഗ്ഫാരി വലദിക് ലക്, നിന്റെ മകൻ നിനക്ക് വേണ്ടി ഇസ്തിഗ്ഫാർ ചെയ്ത കാരണത്താൽ. നമ്മുടെ ഉമ്മ മരണപ്പെട്ടിട്ടുണ്ട് എങ്കിൽ ആ ഉമ്മാക്ക് വേണ്ടി നാം ഒരു ഇസ്തിഗ്ഫാർ നടത്തിയാൽ, ആ ഉമ്മാക്ക് വേണ്ടി ഒരു ഇസ്തിഗ്ഫാർ നടത്തിയാൽ, ഈ ഇസ്തിഗ്ഫാർ കാരണത്താൽ ആ ഉമ്മയുടെ ദറജ പ്രിയപ്പെട്ടവരെ വർദ്ധിക്കപ്പെടും. അത് അല്ലാഹു എങ്കിൽ ആ ദറജ ഉയർത്തപ്പെടും. ഇത് നമ്മുടെ മക്കൾക്ക് നമ്മൾ പഠിപ്പിച്ചു കൊടുക്കുക. ഇങ്ങനെ നമ്മുടെ വീട്ടിൽ ഒരു ദീനിയായ അന്തരീക്ഷം ഉണ്ടാക്കുക. ദഅവത്ത് എന്നൊക്കെ പറയുമ്പോൾ എപ്പോഴും പൊതുജനങ്ങളോടുള്ള സംസാരം മാത്രമല്ല, മറിച്ച് നമ്മുടെ വീടുകളിൽ നാം ദഅവത്ത് നടത്തുക. ഭാര്യയ്ക്ക് ദഅവത്ത് നടത്തുക. ഭാര്യ ഏതെങ്കിലും നന്മകളിൽ കുറവ് വരുത്തുന്നെങ്കിൽ, ഏതെങ്കിലും ഖൈറായ കാര്യങ്ങളിൽ കുറവ് വരുത്തുന്നെങ്കിൽ അവർക്ക് പറഞ്ഞു കൊടുക്കുക. അവർ ഹിജാബ് ധരിക്കുന്നില്ലെങ്കിൽ അവരോട് പറയാ, ഹിജാബ് ധരിക്കണം, ഇതാണ് യഥാർത്ഥ ഇസ്ലാമിന്റെ വേഷം, ഇതാണ് ധരിക്കേണ്ടത്, ഹിജാബ് ധരിക്കണം പറഞ്ഞു കൊടുക്കുക. മക്കൾ ഹറാമായ വസ്ത്രങ്ങൾ ധരിക്കുന്നുവെങ്കിൽ, അവരുടെ ശരീരം പ്രദർശിപ്പിച്ചുകൊണ്ട് അവർ നടക്കുന്നുവെങ്കിൽ അവരോട് പറയാ, ഇത് പാടില്ലാത്തതാണ്, ഇസ്ലാം വിലക്കിയതാണ്. ഈ കാര്യങ്ങൾ അവർക്ക് നിർദ്ദേശങ്ങൾ നാം നൽകുക. വീട്ടിൽ TV വെച്ചുകൊടുത്ത് മക്കൾ മ്യൂസിക് കേൾക്കുന്നെങ്കിൽ അത് പറയുക കുട്ടികളോട്, ഇത് പാടില്ലാത്തതാണ്, ഇസ്ലാം വിലക്കിയതാണ്, ഹറാമാണ്. ഈ രൂപത്തിൽ നമ്മുടെ വീടുകളിൽ നിന്ന് നാം ദഅവത്ത് ആരംഭിക്കണം. വീടുകളിൽ നിന്ന് ദഅവത്ത് ആരംഭിക്കുക. ആളുകളിലേക്ക് ദീൻ എത്തിക്കാൻ നമുക്ക് സാധിക്കുന്നത് എന്താണോ അത് നാം ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അബൂ മദീനത്ത് അദ്ദാരിമി റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിൽ നിന്ന് വന്നിരിക്കുന്ന ഒരു അഥർ ഇമാം തബറാനി അദ്ദേഹത്തിന്റെ അൽ മുഅ്ജമുൽ ഔസത്തിൽ ഉദ്ധരിച്ചതായി കാണാം. സഹാബികൾ പരസ്പരം രണ്ടുപേർ കണ്ടുമുട്ടിയാൽ സൂറത്തുൽ അസ്ർ ഓതി കൊടുക്കാറുണ്ട്. രണ്ടാളുകൾ പരസ്പരം കണ്ടാൽ അവർ സൂറത്തുൽ അസ്ർ പാരായണം ചെയ്യുമായിരുന്നു. എന്താണ് അതിന് കാരണം? ഒരു ഉണർത്തലാണ്, പരസ്പരം ഉണർത്തുകയാണ്. അള്ളാഹു പറഞ്ഞിട്ടുണ്ട്, വൽ അസ്ർ ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ, തീർച്ചയായും മനുഷ്യരൊക്കെ നശിച്ചവരാണ്, നഷ്ടത്തിലാണ്. നിനക്ക് വിജയിക്കണമോ? മനുഷ്യർ നഷ്ടത്തിലാണെന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു ജനവിഭാഗം മാത്രമാണോ? അല്ല, നാം എല്ലാവരും അതിൽ ഉൾപ്പെടും. നമ്മളൊക്കെ നശിച്ചവരാണ്. നമുക്ക് വിജയിക്കണമെങ്കിൽ നമ്മുടെ മുമ്പിലുള്ള മാർഗം എന്താണ്? ഇല്ലല്ലദീന ആമനു, വിശ്വസിക്കണം, ഈമാൻ ശക്തമായി ഉണ്ടാകണം, വഅമിലുസ് സാലിഹാത്ത്, സൽക്കർമ്മങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ചെയ്യണം. ഇതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം, അമലുകളിൽ മുന്നേറണം. മൂന്നാമത്തെയും നാലാമത്തെയും കാര്യം എന്താണ്? വിജയിക്കാനുള്ള മാനദണ്ഡമായി അള്ളാഹു പറഞ്ഞ മൂന്നാമത്തെയും നാലാമത്തെയും കാര്യം വതവാസൗ ബിൽ ഹഖ്, സത്യം പരസ്പരം നിങ്ങൾ പറഞ്ഞു കൊടുക്കണം, ഹക്ക് പറഞ്ഞു കൊടുക്കണം. അള്ളാഹുവിന്റെ ദീന് നിങ്ങൾ ആളുകൾക്ക് പറഞ്ഞു കൊടുക്കണം. നിങ്ങൾക്ക് ഉത്തരവാദിത്വമുള്ളവർ, അവരെ കുറിച്ച് നിങ്ങൾക്ക് ചോദ്യമുണ്ടാകും. യാ അയ്യുഹല്ലദീന ആമനു ഖൂ അൻഫുസകും വഅഹ്ലീകും നാറ, അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ വിശ്വാസികളെ, നിങ്ങൾ നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും നരകത്തെ തൊട്ട് നിങ്ങൾ സൂക്ഷിക്കുക. വഖൂദുഹൻ നാസു വൽ ഹിജാറ, നരകത്തിൽ അള്ളാഹു ശിക്ഷിക്കാൻ വേണ്ടി, അവിടെ കത്തിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത് മനുഷ്യരെയും കല്ലുകളെയുമാണ്. നമ്മുടെ ശരീരമാണ് നരകത്തിൽ വിറകുകളായി ഉപയോഗിക്കുക എന്ന് അള്ളാഹു താക്കീത് നൽകും. അലി ബിൻ അബി താലിബ് റളിയല്ലാഹു അൻഹു അതിന് നൽകിയ വിശദീകരണം കാണാം. ഐ അല്ലിമൂഹും വഅദ്ദിബൂഹും, നിങ്ങളുടെ കുടുംബത്തിന്, നിങ്ങളുടെ മക്കൾക്ക് നിങ്ങൾ അറിവ് പഠിപ്പിച്ചു കൊടുക്കുക, അവർക്ക് നിങ്ങൾ അദബ് പഠിപ്പിച്ചു കൊടുക്കുക. അതാണ് നിങ്ങളുടെ ഉത്തരവാദിത്വം. അത് നിങ്ങൾ നിർവഹിക്കുന്നില്ലെങ്കിൽ പരലോകത്ത് നരകത്തിലെ വിറകുകൊള്ളിയായി നിങ്ങളെ ഉപയോഗിക്കപ്പെടുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല താക്കീത് നൽകും. ഖുർആനിന്റെ ആയത്തുകളിൽ നിങ്ങൾ എന്നൊക്കെ നിങ്ങൾ കേൾക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, അത് ഞാൻ എപ്പോഴും പറയാറുണ്ടല്ലോ, നാം ഓരോരുത്തരും ചിന്തിക്കേണ്ടത് എന്നെ കുറിച്ചാണ് പറയുന്നത്. ഞാനാണ് വിറകുകൊള്ളിയാകാൻ പോകുന്നത് ഞാൻ ഖൈറ് പറഞ്ഞു കൊടുത്തിട്ടില്ലെങ്കിൽ. ഞാനാണ് എന്റെ മക്കൾ തിന്മയിലായാൽ അതിന്റെ പ്രയാസം എനിക്ക് കൂടി സഹിക്കേണ്ടി വരും ഞാൻ അവർക്ക് ഖൈറ് പറഞ്ഞു കൊടുത്തിട്ടില്ലെങ്കിൽ. അതുകൊണ്ടാണ് ആസാറുകൾ നിങ്ങൾ നോക്കിയാൽ, സലഫുകളുടെ മനഹജ് നോക്കിയാൽ, മക്കളെ പഠിപ്പിക്കുന്നതിൽ, വീട്ടുകാരെ പഠിപ്പിക്കുന്നതിൽ, അവർക്ക് ദഅവത്ത് നടത്തുന്നതിൽ എത്രമാത്രം നമ്മുടെ മുൻഗാമികൾ ശ്രദ്ധ കാണിച്ചിരുന്നു എന്ന് നമുക്ക് മനസ്സിലാകുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ റളിയല്ലാഹു അൻഹയും പ്രവാചകനും നടത്തിയ സംഭാഷണങ്ങൾ നിങ്ങൾ നോക്കിയാൽ എത്രയെത്ര നിങ്ങൾക്ക് കാണാൻ സാധിക്കും. പ്രവാചകൻ ആയിഷയെ പഠിപ്പിക്കുന്നു. ആയിഷ റളിയല്ലാഹു അൻഹ സംശയങ്ങളായി ചോദിക്കുന്നു, പ്രവാചകരെ ബഖീഇന്റെ അരികിൽ പോയാൽ, പ്രവാചകൻ ബഖീഇൽ നിന്ന് തിരിച്ചു വന്നപ്പോൾ പ്രവാചകനോട് ചോദിക്കുന്നു, ഖബറിന്റെ അരികിൽ പോയാൽ പ്രവാചകരെ എന്താണ് പറയേണ്ടത്? ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ, വീട്ടിൽ ദീനിയായ സംസാരങ്ങൾ, വീട്ടിലുള്ള ദഅവത്ത്, അത് ആദ്യം നാം ആരംഭിക്കണം. നമ്മുടെ മക്കളിൽ നിന്ന്, നമ്മുടെ ഭാര്യയിൽ നിന്ന്, നമ്മുടെ ഉമ്മയിൽ നിന്ന്, നമ്മുടെ വാപ്പയിൽ നിന്ന്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഉമ്മ ശിർക്ക് ചെയ്യുന്നുവെങ്കിൽ, ഇന്ന് പല ആളുകളും അവർ ദീന് പഠിക്കുന്നവരാണ്, അവർ അറിവ് പഠിക്കുന്നവരാണ്, പക്ഷേ ഉമ്മയിൽ ശിർക്കുണ്ട്, വാപ്പയിൽ ശിർക്കുണ്ട്, അവരിൽ ബിദ്അത്തുകളുണ്ട്, അവർ ഹറാമ ചെയ്യുന്നവരാണ്, അവർ ഇത്തരത്തിൽ നിഷിദ്ധമായ കാര്യങ്ങൾ ചെയ്യുന്നു. പക്ഷേ
അവരെ ഒന്ന് ഉണർത്താൻ, അവരോട് ഇത് പാടില്ല എന്ന് പറയാൻ പലപ്പോഴും നാം തയ്യാറാകാറില്ല. നമ്മൾ വിചാരിക്കും അത് കുഴപ്പമാവില്ലേ, അത് തമ്മിൽ പ്രശ്നം ഉണ്ടാവില്ലേ, പ്രശ്നം ഉണ്ടായിക്കോട്ടെ, പക്ഷെ നമ്മൾ പറഞ്ഞു കൊടുക്കണം. നല്ല രൂപത്തിൽ മാതാപിതാക്കളോട് പറഞ്ഞു കൊടുക്കുക. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിന്റെ ഉമ്മ പലപ്പോഴും പ്രവാചകനെ ചീത്ത പറയായിരുന്നു. പക്ഷെ അദ്ദേഹം എപ്പോഴും ദുആ ചെയ്യും, അല്ലാഹുവേ എന്റെ ഉമ്മാക്ക് ഹിദായത്ത് നൽകണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിൽ പോയിട്ട് പറഞ്ഞു, പ്രവാചകരെ എന്റെ ഉമ്മാക്ക് വേണ്ടി ഒന്ന് ദുആ ചെയ്യണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ചെയ്തു, അല്ലാഹുമ്മ ഹ്ദി ഉമ്മ അബീ ഹുറൈറ, അല്ലാഹുവേ അബൂ ഹുറൈറയുടെ ഉമ്മാക്ക് ഹിദായത്ത് നൽകണം. അദ്ദേഹം പറയുന്നു, എന്റെ ഉമ്മ ഇസ്ലാം സ്വീകരിച്ചു. അദ്ദേഹം അങ്ങനെ പരിശ്രമിച്ചിരുന്നു. ഈ രൂപത്തിൽ നമ്മുടെ വീട്ടിൽ ദഅവത്ത് വ്യാപിപ്പിക്കാൻ നാം പരിശ്രമിക്കണം. കാരണം എന്താണ്? ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇത് നമ്മൾ വ്യാപിച്ചില്ലെങ്കിൽ, ഇത് നമ്മുടെ വീട്ടുകാർക്ക് നാം പറഞ്ഞു കൊടുത്തില്ലെങ്കിൽ, ആരോടും ഇത് പറയാതെയാണ് നാം ജീവിക്കുന്നതെങ്കിൽ, അള്ളാഹു പറഞ്ഞ ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ എന്നതിൽ നിന്ന് നമുക്ക് മോചനം വേണമെങ്കിൽ, അതിൽ നിന്ന് നാം രക്ഷപ്പെടണമെങ്കിൽ, അള്ളാഹു പറഞ്ഞ വാക്ക് ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ, ഓരോരുത്തരും സ്വയം നഫ്സിനോട് പറയുക, നീ നശിച്ചവനാണ്. നിനക്ക് വിജയിക്കണമെങ്കിൽ ഈ 4 കാര്യങ്ങൾ നീ ചെയ്തേ പറ്റൂ. നിനക്ക് വിജയിക്കണമെങ്കിൽ ഈ 4 കാര്യങ്ങൾ ചെയ്യണം. ഒന്ന് ഈമാൻ, രണ്ടാമത്തേത് അമലുസ് സാലിഹാത്ത്, മൂന്നാമത്തേത് വതവാസൗ ബിൽ ഹഖ്, നിങ്ങൾ ഹഖ് കൊണ്ട് പരസ്പരം പറയണം. വതവാസൗ ബിസ് സബ്ർ, നിങ്ങൾ പരസ്പരം നന്മ കൊണ്ടും സബർ കൊണ്ടും ഉപദേശിക്കാൻ നിങ്ങൾ തയ്യാറാകണം. എന്നാൽ മാത്രമേ നമുക്ക് വിജയമുള്ളൂ, എന്നാൽ മാത്രമേ വിജയമുള്ളൂ. ഇതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ താക്കീത്. ഇതായിരുന്നു സഹാബികൾ പരസ്പരം 2 പേർ കാണുമ്പോൾ പറയാറുള്ളത്. ഇനി ഇവിടെ ഒരു വിഷയം, ചില ആളുകൾ പറയാറുണ്ട്, ദഅവത്ത് നടത്തേണ്ടത്, ഇങ്ങനെ ദീന് പറഞ്ഞു കൊടുക്കേണ്ടത് പണ്ഡിതന്മാർ മാത്രമാണ് എന്നൊക്കെയുള്ള ചില പ്രയോഗങ്ങൾ നമ്മുടെ പേരിലും മറ്റിലുമൊക്കെ ചില ആളുകൾ ഇല്ലാത്തത് പ്രചരിപ്പിക്കാറുണ്ട്. അതൊരിക്കലും ആരും പറഞ്ഞ വാദമല്ല. ദഅവത്ത് നടത്തേണ്ടത് നമുക്കറിയുന്ന കാര്യങ്ങൾ, അബ്ദുറഹ്മാൻ ബിൻ ഖാസിം ഹാഷിയത്ത് കിതാബ് തൗഹീദിൽ പറഞ്ഞതുപോലെ നമുക്കറിയാവുന്ന കാര്യങ്ങളാണെങ്കിൽ അത് നമുക്ക് പറഞ്ഞു കൊടുക്കാം. എന്നാൽ ഉമ്മത്തിന്റെ ഫത്വ നൽകേണ്ടത്, ഉമ്മത്തിന്റെ വിഷയങ്ങളിൽ സംസാരിക്കേണ്ടത്, പൊതുവായ ആളുകളെ പഠിപ്പിക്കേണ്ടത്, അതൊക്കെ പണ്ഡിതന്മാർ ചെയ്യേണ്ട ജോലിയാണ്. അതല്ലാതെ നമ്മുടെ വീട്ടിലുള്ളവർക്ക് ദഅവത്ത് നടത്തുക, നമ്മുടെ ഭാര്യയ്ക്ക് ദീന് പറഞ്ഞു കൊടുക്കുക, നമ്മുടെ വീട്ടിലുള്ളവർക്ക് ദീന് പഠിപ്പിച്ചു കൊടുക്കുക, അതൊക്കെ ഓരോരുത്തർക്കും ബാധ്യതയുള്ള കാര്യമാണ്. അതുകൊണ്ട് 3ാമത്തെ കാര്യം അദ്ദഅവതു ഇലല്ലാഹ്, അല്ലാഹുവിലേക്കുള്ള ദഅവത്താണ്. ഇത് അഹ്ലുസ് സുന്നത്ത് വൽ ജമാഅത്തിന്റെ ഉസൂലുകളിൽ പെട്ടതാണ്. ദഅവത്ത് നടത്തണം, ആളുകൾക്ക് ദീന് പറഞ്ഞു കൊടുക്കണം, നന്മകൾ കൽപ്പിക്കണം, തിന്മകൾ വിലക്കണം. ഇതാണ് ദഅവത്ത്, ഇതാണ് ദഅവത്ത്. അല്ലാഹു പറഞ്ഞതുപോലെ യഅ്മുറൂന ബിൽ മഅറൂഫ് വയൻഹൗന അനിൽ മുൻകർ, നന്മ പറയുകയും തിന്മ വിലക്കുകയും ചെയ്യുക. ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഒരു സംഘടനയെ നമുക്ക് വിലയിരുത്താൻ സാധിക്കുന്ന ഒരു മാനദണ്ഡമാണിത്. നന്മ പറയുകയും തിന്മ വിലക്കുകയും ചെയ്യുന്നതാണ് യഥാർത്ഥത്തിൽ അഹ്ലുസ് സുന്നത്ത് വൽ ജമാഅത്തിന്റെ രീതി. എന്നൊരു സംഘടന പറയാണ്, നമ്മൾ നന്മകൾ പറയും, തിന്മകളിൽ നിന്ന് ആളുകളെ വിലക്കുകയില്ല. കാരണം തിന്മകളിൽ നിന്ന് ആളുകളെ വിലക്കിയാൽ അവർ നമ്മുടെ ദഅവത്തിൽ നിന്ന് മാറിപ്പോകാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ ഉൾക്കൊള്ളാൻ പ്രയാസമാണ് എന്നൊരു സംഘടന പറഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാം ആ സംഘടന പിഴച്ച വിഭാഗത്തിലാണ്. ആ സംഘടന ഒരിക്കലും ഹക്കിന്റെ മാർഗത്തിലുള്ളവരല്ല. കാരണം ദഅവത്ത് ചെയ്യുക എന്നുള്ളത്, നന്മ പറയുകയും തിന്മ വിലക്കുകയും ചെയ്യുക എന്നുള്ളത് അഹ്ലുസ് സുന്നത്തി വൽ ജമാഅത്തിന്റെ അടിസ്ഥാനമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം.